സ്തോത്രം. ശക്തമായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗ്ഗത്തിലെ കർത്താവ് നമുക്കായി ദാനം തന്ന ഒരു വലിയ നിമിഷത്തെ ഓർത്ത് നന്ദി കൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. സ്തോത്രം. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ആ ആഞ്ഞടിക്കുന്ന പ്രതികൂലത്തിനകത്തും പ്രയാസത്തിനകത്തും കർത്താവ് നമ്മളെ നിർത്തിക്കൊണ്ടു പോകുന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് എത്ര ദൈവത്തെ സ്തുതിച്ചാലും എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും തീരത്തില്ല. സ്തോത്രം. നമ്മുടെ അമികാലിയ എല്ലാ പ്രയാസങ്ങളെ, കഷ്ടങ്ങളെ അറിയുന്നവനാണ് കർത്താവ്. നമ്മളെ വീണ്ടും കർത്താവ് എന്ത് ചെയ്യത്തില്ല, കഷ്ടത്തിലേക്കും പ്രതികൂലത്തിലേക്കും എന്ത് ചെയ്യത്തില്ല, തള്ളിയിടത്തില്ല. ദൈവം നമുക്ക് ശക്തമായൊരു മറുപടി ദൈവം തരും. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ എടുത്ത അമികാലിന്റെ സ്തോത്രം വചനത്തിനകത്ത് ഒരു ഭാഗത്തിനകത്ത് സ്തോത്രം നേരത്തെ സാക്ഷ്യം പറഞ്ഞപ്പോഴും അത് പറഞ്ഞു. യാക്കോബിന്റെ ലേഖനത്തിന് 1-ാം അധ്യായത്തിനകത്ത് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, ദോഷമായി എന്റെ ദൈവം ഒന്നും ചെയ്യുന്നു. അപ്പോഴ് എനിക്കൊരു ദോഷമായി അല്ലെങ്കിൽ ഒരു പ്രതികൂലമായി പ്രയാസമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിനകത്ത് വരുവാണെങ്കിൽ ദൈവം ഇതിനെ നീ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. എന്തുവാ? ദോഷമായി എന്റെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ദോഷമായി ചെയ്യുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ വിളിക്കുന്നത്. ദോഷമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ, അതെന്റെ മോഹം കൊണ്ടാണോ, എന്റെ ചിന്തകൾ കൊണ്ടാണോ, ചില കൂട്ടുകെട്ട് ബന്ധം കൊണ്ടാണോ ആണെങ്കിൽ എന്റെ സർവശക്തനായ ദൈവം എന്നോട് ക്ഷമിക്കണം. ആ കുറവുകളെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവ് നിശ്ചയമായി എന്നെ എന്റെ കുടുംബത്തെ എന്ത് ചെയ്യണം, അനുഗ്രഹിക്കും. അത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും, നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഞാൻ കർത്താവ് യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ദൈവമക്കളിൽ നിന്ന് കർത്താവ് യേശുവിന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റുപറച്ച്. സ്തോത്രം. ഇന്ന് പലപ്പോഴും ദൈവസഭയ്ക്കകത്തുനിന്ന് ദൈവമക്കളിൽ നിന്നും വരാത്തൊരു കാര്യം എന്തുവാ? ഏറ്റുപറച്ചിൽ. അതിന്റെ കാര്യം എന്തുവാ? ഈ ഏറ്റുപറച്ചിൽ വരാത്തതിന്റെ കാര്യം എന്തുവാ? ഏറ്റുപറച്ചിലിന്റെ കാര്യം വരാത്തതിന്റെ കാര്യം ഞാൻ തെറ്റ് ചെയ്തിട്ട് വേണ്ട ഏറ്റു പറയാം, അല്ലയോ? സ്വയം നീതീകരിച്ചു വെച്ചിരിക്കും, സ്വയം ഉറപ്പിച്ചു വെച്ചിരിക്കും. എന്തുവാ? ഞാൻ തെറ്റുകാരനല്ല, ഉറപ്പിച്ചു വെച്ചേക്കോ. അവൻ ഏറ്റു പറയാൻ പറ്റൂ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ സ്തോത്രം നടന്ന ഒരു കാര്യം പറയാം. സ്തോത്രം. ഇന്നത്തെ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് പാരമ്പര്യ സഭകളെല്ലാം പറയുന്നത്, ഇൻഡിപെൻഡന്റ് സഭകളെല്ലാം നോക്കിയിട്ട് പറയുന്നത് ന്യൂ ജനറേഷൻ എന്നല്ല പറയുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്റെ ഭവനത്തിന്റെ ഫ്രണ്ടില് റോഡ് സൈഡില് പൈപ്പ് നന്നാക്കാൻ വേണ്ടി കുറച്ച് പേര്, അത് സ്തോത്രം വാട്ടർ അതോറിറ്റി ചെയ്യുന്നുള്ള ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്, അല്ലാതെ കുറച്ച് പണിക്കാരുണ്ട്. പിന്നെ ഈ റോഡിന്റെ കുറച്ച് പണിക്കാരോടുമാണ്. സ്തോത്രം. ഒരു 7 ചെറുപ്പക്കാരുണ്ട്. ഇവര് ഞാൻ ഇറങ്ങി ചെന്നപ്പോ ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സ്തോത്രം അവരെന്റെ അടുത്ത് വെച്ച് വോട്ട് ചെയ്യാൻ പോയില്ലെന്ന് ചോദിച്ചു. വോട്ടിട്ടില്ലെന്ന് ചോദിച്ചു. അവരിനി കൈ കണ്ടുകൊണ്ടായിരിക്കാം സംസാരിച്ചുകൊണ്ടിരുമ്പോ ഞാൻ വന്ന് പോയില്ലെന്ന്. സ്തോത്രം. പോയില്ലെന്നോ? അപ്പോഴിവര് ഞാൻ ഓർത്തവര് വേറെ എന്തെങ്കിലും ഡയലോഗ് പറയും. ചെറുപ്പക്കാരാ അതാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. ഇവരെന്തെങ്കിലും ഡയലോഗ് ആയിരിക്കും പറയുന്നതെന്ന് പറഞ്ഞപ്പോ ഇവരെടുത്ത പറഞ്ഞു, ഞങ്ങൾ ആരും വോട്ടിട്ട്. ഞാൻ 7 പേര് ഒന്നിച്ച് ഒറ്റ നിമിഷം കൊണ്ട് പറയുക, ഞങ്ങൾ ആരും വോട്ടിട്ടിട്ടില്ല. ഞങ്ങളെ വീട്ടുകാരും വോട്ടിടാൻ പോയിട്ടില്ല, ഞങ്ങളെ സഹോദരിമാരൊന്നും വോട്ടിടാൻ വന്നിട്ടില്ല, വോട്ടിടാൻ പോയിട്ടില്ല. പ്രൈസലോ. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും. പ്രൈസലോ. ഞാൻ വോട്ടിടാൻ പോയത് പ്രയോജനമുണ്ടോ ഇല്ലാത്തോന്നല്ല. എനിക്കൊരു ചിഹ്നമേ ഉള്ളൂ, ആ ചിഹ്നമാണ് ഇത്.
എനിക്കൊരു നേതാവേ ഉള്ളൂ, ആ നേതാവ് യേശു ക്രിസ്തു. എനിക്കൊരു കൊടിയേ ഉള്ളൂ, അത് സുവിശേഷ കൊടിയാണ്. ഇത് പൂർണ്ണമായി മനസ്സിലാക്കിയോണ്ടാണ് ആര് പോകാത്തത്? ഞാൻ പോകാത്തത്. ആ പോകുന്നവരെ ഞാൻ എന്ത് ചെയ്യാറില്ല, കുറ്റം പറയാറില്ല. അത് അവരവരുടെ ഇഷ്ടം, അവരവരുടെ മൗലിക അവകാശം, അല്ലയോ? ഇടാത്തത് ഇരിക്കുന്നതും അവരവരുടെ മൗലിക അവകാശം. ഞാൻ നോക്കുമ്പോൾ ലോകപരമായി ജീവിക്കുന്ന ഇത്രയും ചെറുപ്പക്കാര് അവരുടെ ഭവനത്തിലുള്ളവര് ഇടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഒരുപാട് വോട്ട് നടന്നിട്ടില്ല. നടന്നിട്ടില്ല. അവർക്ക് ഇതിനോടൊന്നും എന്തില്ല, താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പിന്നെ വിഷമം. കാര്യം അന്ന് വെള്ളിയാഴ്ച ഞാൻ ആരാധനയ്ക്ക് സ്തോത്രം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നോക്കുമ്പോൾ പാരമ്പര്യ സഭ ഒറ്റ ഒരുത്തന്റെ സഭയ്ക്കകത്തും എന്തില്ല, പ്രാർത്ഥനയില്ല. ഇലക്ഷന് വേണ്ടി ക്ലോസ് ചെയ്ത് കൊടുത്തേക്കുക. ഇലക്ഷൻ രാവിലെ തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ട്. സ്തോത്രം. പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് അത് ശനിയാഴ്ചയാക്കി. രാവിലെ വൈകിട്ടും സ്പെഷ്യൽ പ്രാർത്ഥന. ആർക്കു വേണ്ടി മാറ്റിവെച്ചു? ലോകമായ ശക്തിക്ക് വേണ്ടി എന്ത് ചെയ്തു? മാറ്റിവെച്ചു. അത് കഴിഞ്ഞപ്പോ കർത്താവിന്റെ കൃപയാൽ പത്രം എടുത്തു നോക്കിയപ്പോൾ ഭർത്താവ് വേണ്ട, കുടുംബജീവിതം വേണ്ട, ഞങ്ങൾക്ക് കുടുംബം വേണ്ട, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു, ഞങ്ങൾ കർത്താവിന്റെ ഷണ്ണന്മാരാണ്, ഞങ്ങൾ കർത്താവിന്റെ വിശുദ്ധന്മാരാണ്, ഞങ്ങളാണ് വിശുദ്ധന്മാര്, ഞങ്ങൾ മാത്രമേ ക്ലിയർ ഉള്ളൂ എന്ന് പറയുന്ന സ്തോത്രം TPM സഭയിലെ എല്ലാ മദർമാരും വോട്ട് ചെയ്യാൻ പോയി നിൽക്കുന്നു. പണ്ട് എന്റെ കാലത്തൊന്നും അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ഇതിനോട് എതിർപ്പാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു ക്യൂ മൊത്തം അവരാ. ഞാൻ ഓർത്ത് ശരി പോയി ഇട്ടോ. അവിടെ എന്തുകൊണ്ടുപോയേക്കുക? വലത്തേക്കായി ബൈബിളും പിടിച്ചോണ്ടായിരിക്കും. ഇതും അവിടെ സുവിശേഷ ഉണർവ് നടക്കുന്നുണ്ടോ? അവിടെ അഗ്നിവാഴ്ച പ്രാപിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുന്നുണ്ടോ? നിനക്ക് കിട്ടിയിരിക്കുന്ന വിലയേറിയ മുത്ത നിന്റെ കയ്യിലിരിക്കുന്നു. ഇത് കൊണ്ടുപോകേണ്ടടുത്തേ കൊണ്ടുപോകും. ജഡത്തെ, മനുഷ്യനെ ദൈവമെന്ന് കാണുന്നിടത്തല്ല ഇത് കൊണ്ടുപോകേണ്ടത്. നിനക്കൊരു നേതാവേ ഉള്ളൂ. ഞാൻ ഓർപ്പ് ഇത്രയും അതമ്പതിച്ചു പോയല്ലോ എന്നാ. സ്വയം വിശുദ്ധരെന്നാ പറയുന്നത്. പണ്ട് ഇങ്ങനെ സഹോദരന്മാര് പോകത്തില്ല. ഒന്നോ രണ്ടോ പാസ്റ്റർമാർ പോകും, അല്ലെങ്കിൽ 2 സീനിയർ മദർമാർ. ഇതെല്ലാവരും പോയേക്കും. കാര്യം എന്തുവാ? അന്ത്യകാലം അടുക്കുന്നു. അതിന്റെ ലക്ഷണം. കാര്യം അവർ വിശ്വസിക്കുന്ന യജമാനനെ, അവർ ഏറ്റെടുത്തിരിക്കുന്ന മണവാളനെ അവർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അവര് പോകത്തില്ല. അവരെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് പോയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പല കാര്യത്തിന് പോകുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇയാൾ വോട്ടിടത്തില്ലയോ, ഇയാൾ വോട്ടിടാത്ത ആള്, ഞങ്ങൾ ഇതിനെന്തിനാ വന്നേ, ഇപ്പൊ ഇയാൾക്ക് കാര്യങ്ങൾ സാധിക്കണമെന്ന് വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. സ്വന്തം അവരെ സംബന്ധിച്ച് അവർക്ക് ആധാർ കാർഡിന്റെ പോലും ആവശ്യമില്ല. അവർക്ക് ആധാർ കാർഡ് പോലും ആവശ്യമില്ല. കാര്യം എന്തുവാ? അവർക്ക് കുടുംബമില്ല, മക്കളില്ല, ഭർത്താവില്ല, ഭാര്യയില്ല. അവർക്ക് ഒറ്റയൊരു മണവാളൻ യേശു എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. അവർക്ക് ആരെയും പേടിക്കണ്ട. പക്ഷെ ഈ പേടിക്കേണ്ടാത്ത കക്ഷിയാ പേടിച്ചു പോയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? യേശുവിനെ അറിയേണ്ട രീതിയിൽ അവരും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. വിശുദ്ധ ഉപവാസ പ്രാർത്ഥന കാലങ്ങൾ കൊണ്ട് ദുഃഖവെള്ളിയാഴ്ച പോലും തുറന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആലയം നീ പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൂട്ടുവാൻ മുഖാന്തരമായ നിന്റെ തലമുറകൾ, പൂട്ടുവാൻ മുഖാന്തരമായ വ്യക്തികളെ, നിങ്ങളുടെ തലമുറകൾ ഇനി ആകാശത്തിന്റെ മേളിൽ പോയി നക്ഷത്രത്തിനകത്ത് കൂടി വെച്ചാലും ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു ദിവസം, ന്യായവിധിയുടെ ദിവസമുണ്ട്. അത് നിന്റെ തലമുറ അനുഭവിക്കും. ഒരു മാറ്റവും ഇല്ല. ഇന്നത്തെ തലമുറയ്ക്ക് മൊത്തം എന്തുള്ളതെന്നറിയാം? എന്തുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക്? ഞാൻ എടുക്കാൻ പോകുന്ന വചനത്തിനകത്ത് വരാൻ പോവാ. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര കഴിവാണ്, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കും. ഇതാ തലമുറയുടെ ചിന്ത, നിഗളത്തിന്റെ ചിന്ത. ദൈവത്തിന്റെ വചനം പറയുന്നു, നിഗളം പാടില്ല.
അഹങ്കരിക്കാൻ പാടില്ല. നിന്നെ നീ തന്നെ ശ്രേഷ്ഠൻ എണ്ണാൻ പാടില്ല. ദൈവവചനം പഠിപ്പിക്കുന്നു ശ്രേഷ്ഠനായ ഒരുവനേ ഉള്ളൂ, അത് നസ്രനായ യേശുപതന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശ്വാസഗോളത്തിനകത്ത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല, ഏറ്റുപറച്ചിലില്ല. അവരുടെ ചിന്ത ഞങ്ങളെല്ലാം പൂർണ്ണരാന്നുള്ള ചിന്തയാണ്. ഞാൻ അതുകൊണ്ട് നമ്മളെ സഭയ്ക്കകത്ത് എപ്പോഴും ഏറ്റുപറച്ചിലിന്റെ മെസ്സേജുകൾ കൊണ്ടുവരുന്നത്. ഏറ്റുപറയുന്നിടത്ത് മാത്രമേ ആരിറങ്ങത്തുള്ളൂ, ദൈവം ഇറങ്ങത്തുള്ളൂ. രണ്ടുപേര് ദേവാലയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഒന്ന് ഒരു ചുങ്കക്കാരനും ഒരു ചുങ്കക്കാരനും രണ്ടാമത്തവൻ പരിശീലൻ ദൈവത്തിന്റെ ദേവാലയത്തെ വിട്ടാതെ ദേവാലയവുമായി ബന്ധപ്പെട്ടു പോകുന്നവൻ. പക്ഷേ ചുങ്കക്കാരൻ അതൊരു ദേവാലയത്തിനകത്ത് വന്നിട്ട് അവൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് നോക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ പാപിയാണ്. പരിശീലൻ പറഞ്ഞു, ഇവനെ പോലെ ഞാൻ പാപിയല്ല. ആർക്കാ പാപബോധനം കിട്ടിയേ? ആർക്കാ പാപബോധനം കിട്ടിയേ? ചുങ്കക്കാരൻ മടങ്ങിപ്പോയത് എന്താട്ടാ പോയത്? പാപമില്ലാത്തവനായി പോയി. പരിശീലൻ എന്തായിട്ട് പോയി? പാപിയായിട്ട് പോയി. കാര്യം എന്തുവാ? ഒറ്റ വിധി, ഇവനെ പോലല്ല ഞാൻ, അതിൽ ശ്രേഷ്ഠനായ. നമ്മളതിന്റെ ശ്രേഷ്ഠനാണ് കർത്താവായ യേശു. നമുക്കൊരു ശ്രേഷ്ഠാവേ ഉള്ളൂ, ഒരു ശ്രേഷ്ഠനേ ഉള്ളൂ നമുക്ക്. ആരാ? കർത്താവായ യേശു. യേശുവിൻ എന്ന് പറയുന്ന ശ്രേഷ്ഠാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അന്തസ്സായിട്ട് തല ഉയർത്തി ജീവിക്കുന്നത്. നമ്മൾ തല ഉണിയേണ്ട ആൾക്കാരാണ്. പാപി എന്ന് പറഞ്ഞ് തല ഉണിയേണ്ട നമ്മൾ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നതിന്റെ കാരണം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട്. നമ്മുടെ തല ഒലിപ്പ് മാറ്റി തന്നത് ആരാ? കർത്താവ്. അപ്പൊ നമ്മളെ ശ്രേഷ്ഠൻ ആരാ? കർത്താവ്. നമ്മളൊന്നും ശ്രേഷ്ഠൻ അല്ല. സ്തോത്രം. ഞാൻ പറയാം, ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങ് നികളം താഴാൻ പറ്റത്തില്ല. ഇച്ചിരി ഒന്ന് താഴാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നികളം. നീ ഇനി ആകാശത്തിന് മേളിൽ പോയി നക്ഷത്രത്തിനകത്ത് നീ കൂട് വെച്ചാലും നിന്നെ മുൻവിധിക്ക് വേണ്ടി ഇറക്കും. നിന്നെ വാദിക്കുവാൻ, നിന്നെ ഒന്ന് വാദിച്ചെടുക്കുവാൻ, അല്ലെ നിന്റെ പാപത്തെ അമ്മയാലെ സ്തോത്രം ബോധ്യപ്പെടുത്തുവാൻ നിന്നെ പഠിച്ചിറക്കും. നീ എവിടെല്ലാം കൂട് വെച്ചാലും, ബൈബിൾ പറയൂ, എവിടെല്ലാം കൂട് വെച്ചാലും അവിടുന്ന് ഞാൻ ഇറക്കിക്കൊണ്ടുവരും. ഇന്ന് ചന്ദ്രനകത്ത് വീട് വെക്കുമെന്നാ പറയുന്നത്, ഇല്ലയോ? ഇങ്ങനെല്ലാം പല കണ്ടുകൊണ്ടിരിക്കുക. എവിടെല്ലാം വീട് വെച്ചാലും എവിടെല്ലാം പോയാലും എന്ത് ചെയ്യും? എത്ര മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിനകത്ത്, എത്ര മാതാപിതാക്കൾ എന്റെ മക്കൾ ദൈവത്തോട് അടുക്കണം, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അവർ ദൈവവചന പ്രകാരം ബലപ്പെടണം. എത്ര മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. ഇന്ന് അതൊന്നുമല്ല ആഗ്രഹിക്കുന്നു. വിദേശങ്ങളിൽ പോകണം, അവർ വലിയ വലിയ സ്ഥാനത്തിരിക്കണം. ഇതാണ് പറയുന്നത്. അല്ലാതെ അവരുടെ കുറവുകളെ ഏറ്റുപറച്ചോ അവരുടെ തെറ്റുകളെ തിരുത്തി കൊടുക്കുന്നതോ മാതാപിതാക്കൾ ഇന്ന് എവിടില്ല, ദൈവസഭയ്ക്കകത്തില്ല. നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം തെറ്റുണ്ടെങ്കിൽ അപ്പോഴും തിരുത്തി കൊടുക്കണം, തിരുത്തി ക്ലിയർ ആക്കി പോകണം. ആരുമായിട്ട് ക്ലിയർ ആക്കണം? ലോകമായിട്ടല്ല ക്ലിയർ ആക്കണം, ദൈവമായിട്ട് അവരെ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കി കൊണ്ടുപോകണം. ദൈവമായിട്ട് അടുപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ എന്ത് ചെയ്യത്തുള്ളൂ? നിഗളിയായി പോകത്തില്ല. നിഗളിയായി പോയാൽ നിഗളിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല. അഹങ്കാരിയായി പോവല്ലേ. അതുകൊണ്ടാണ് പ്രായമുള്ളവർ വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാത്തത്. പ്രായമുള്ളവർ വരുമ്പോഴും ഇപ്പൊ ഒരു വലിയൊരു കാര്യമുണ്ട്. ഒരു വീട്ടിലോട്ട് എന്ത് കാര്യം സംസാരിക്കാൻ അങ്ങോട്ട് ചെന്നാവുന്നതിനെ ഫോൺ അങ്ങോട്ട് എടുത്തു വെച്ചാൽ സംസാരിക്കും. ഈ വരുന്നവന്റെ വലിപ്പം കണ്ടുകൊണ്ടാ ഫോൺ താഴെ വെക്കണോ വേണ്ട എന്ന് ഇല്ലയോ? അത് ആ വരുന്നവന്റെ ദുഃഖം ഒന്ന് കണ്ടുകൊടുക്കണം. ആ വരുന്നവന്റെ ദുഃഖം, ആ വരുന്നവന്റെ പ്രയാസം ഒന്ന് കണ്ടോണം. ആ സമയത്ത് അവന്റെ ഉള്ളിനകത്ത് അത് ഭയങ്കര പ്രയാസമാണ്. ഓരോരുത്തൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ ഒരിക്കലും ഇതെടുക്കണം. ഞാൻ എടുക്കത്തില്ല. ഇനി തല പോകുന്ന കേസായാലും ഞാൻ എടുക്കത്തില്ല. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആളെന്നോട് പറയണം, എടുക്ക്, കുറച്ചു നേരമായല്ലോ വിളിക്കുന്ന ആരാണ്. അതല്ലെങ്കിൽ ഞാൻ എന്റെ വൈഫിനെ വിളിച്ച് പറയും, പിള്ളേർക്ക് പറയാം, അപ്പുറത്തെ എടുത്തിട്ട് പാർട്ടി ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാനാണ്. പ്രൈസലോ. ഞാൻ വന്നിരിക്കുന്നവരെ ഇന്നിപ്പോ അതൊന്നുമില്ല. പ്രൈസലോ. ഇന്നത്തെ തലമുറയ്ക്ക് തന്നെന്നുള്ള ഇതാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. തലമുറ ഇത് തന്നെ ചെയ്യുന്നത്. നിങ്ങളെ വീട്ടിൽ ഒരാൾ കയറി വന്ന എഴുന്നേക്കുന്ന എത്ര പേരുണ്ട്? തലമുറ എഴുന്നേക്കൂ. എഴുന്നേക്കാന്റെ കാര്യം എന്തുവാ? ദൈവത്തെ ഭയപ്പെടുന്ന എഴുന്നേക്കും. ലോകപ്രകാരമായും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നവരും എഴുന്നേക്കും, ഇല്ലയോ? ഇന്ന് അഹങ്കാരമാണ്.
അഹങ്കാരം. വീട്ടിൽ ജോലിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ പേരെ വിളിക്കും, അയാൾ വിളിച്ചാൽ മൈൻഡ് ചെയ്ത് അവന്റെ നിവൃത്തികളും കൊണ്ട് അവൻ നിന്റെ വീട്ടിൽ ജോലിക്ക് വന്ന് എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനല്ല, അവനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനവൻ. നീ അവനെ മനുഷ്യനായിട്ട് കാണുന്നില്ലെങ്കിൽ ദൈവം അവനെ മനുഷ്യനായിട്ടാണ് കണ്ടേക്കുന്നത്. അവൻ നിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ടാ വല്ല മേടിക്കുന്നത്, ചുമ്മാ ഒന്നും വല്ല മേടിച്ചോണ്ട് പോകുന്നു ആണോ? അവനെ റെസ്പെക്ട് ചെയ്യണം, അവന്റെ പ്രായത്തെ. എനിക്ക് ഈ കാര്യത്തിനകത്തല്ല, എനിക്ക് ഭയങ്കര കാര്യമുള്ളത് കാര്യം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. നമ്മളെ പിള്ളേരും ആദ്യമെല്ലാം പേര് വിളിച്ചോണ്ട് വരുമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെ കളിക്കൂട്ടുകാരനാണോ ഈ പേര് വിളിച്ചോണ്ട് വരാൻ? പിന്നെ അവർ അങ്കിളെന്നാക്കിയത്. സ്തോത്രം. റെസ്പെക്ട് ചെയ്യുക. ഇന്നത്തെ തലമുറ അഹങ്കരിക്കുക. കാര്യം എന്തുവാ? മാതാപിതാക്ക് ദൈവമായിട്ട് ബന്ധമില്ല. ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അല്ലയോ തലമുറ എന്ത് ചെയ്യത്തില്ലയോ ദൈവമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ഷന് സഭയടച്ച്. ഇനി എന്തൊക്കെ കാര്യത്തിനെല്ലാം സഭയടക്കുമെന്ന് അറിയത്തില്ല. ദുഃഖോല്ലേജ തുറക്കും, അത് സമുദായക്കാരൻ തുറക്കുന്ന കണ്ടുകൊണ്ടാ തുറക്കും. അന്ന് വിഷയം, അന്ന് ഉപവാസമാണ്, പേടിയ. പെന്തിക്കോസുകാരന്റെ മാതൃക ജീവിക്കണം. സ്തോത്രം. ഇന്ന് അതമ്പതിക്കുക. TPM വലിയ സഭ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അതമ്പതിച്ചുകൊണ്ടിരിക്കുക. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. സ്തോത്രം. ഇന്ന് ലോകപരമായി ജീവിക്കുന്ന തലമുറകൾ ഇതിനെ വെറുത്തോണ്ടിരിക്കുക. ഇങ്ങനത്തുള്ള കൂത്തു പരിപാടികളെല്ലാം വെറുത്തോണ്ടിരിക്കുക. സ്തോത്രം. എനിക്ക് സന്തോഷം തോന്നിയത് ഇതിന്റെ കലാശക്കോട്ട നടക്കുന്ന സമയത്ത് ഇവര് DJ-യുടെ സെറ്റെല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് റോഡെല്ലാം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ ടൗണ് കലാശക്കോട്ട നടത്തിയത്. അപ്പൊ ഇതിന്റെ ഒരു നേതാവ് എന്റെ അടുത്ത സുഹൃത്താണ്. ഇവൻ എന്നോട് പറഞ്ഞു, ഈ ട്രാഫിക്കിൽ ബ്ലോക്കായ ഒറ്റ ഒരുത്തി ഇതിനകത്ത് വോട്ട് ചെയ്യത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് വോട്ട് ചെയ്യത്തില്ല. അവൻ ഈ 1/2 മണിക്കൂർ കൊണ്ട് അവനെ അനുഭവിപ്പിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. അന്ന് അവനെ പറഞ്ഞു വിട്ടായിരുന്നേ പിന്നെ അവന് മനസ്സാറ്റി തോന്നിയത്. അറ്റാക്ക് അല്ല ഉള്ളവൻ ഈ DJ കേട്ട് കഴിഞ്ഞാൽ അറ്റാക്ക് ആയിപ്പോത്തേ ഉള്ളൂ. കാര്യം അത്രയ്ക്ക് ചെവി തുളച്ചാ വരുന്നേ ഈ DJ ഇട്ടേക്ക്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അഹങ്കാരം. നേതാക്കന്മാര് തന്നെ വിളിച്ചു പറയാ ഇതെല്ലാം ഓവർ. എന്തോ കാര്യം എന്തുവാ? പുതിയ തലമുറയെ സൂപ്പിക്കാൻ, പുതിയ തലമുറ ഇഷ്ടപ്പെടാത്ത ഒരുപാട് തലമുറയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇന്ന് ഇതെല്ലാം യേശു എന്നെന്ന് തിരിച്ചറിയുന്ന, ദൈവപൈതൽ എന്നെന്ന് തിരിച്ചറിയുന്ന ദൈവസഭ പൂട്ടിയിട്ടേക്കുക. എന്തിനു വേണ്ടി? ഇലക്ഷൻ. സ്തോത്രം. പൂട്ടിയിടണ്ട. ഇലക്ഷൻ വോട്ട് ചെയ്യാൻ സമയമുണ്ട്. സമയം 6 മണി വരെ കിടപ്പാണ്. 6 മണി തൊട്ട് തുടങ്ങി. സ്തോത്രം. അത്രയ്ക്ക് എന്ത് ചെയ്തോണ്ടിരിക്കുക? ലോകത്തോട് എഴുകി ചേർന്ന് നോക്കുക. പ്രിയ മക്കളെ, നമ്മൾ ഒരിക്കൽ ലോകത്തോടല്ല എഴുതിച്ചേരേണ്ടത്. നമ്മൾ എപ്പോഴും ആരോടാണ്? ദൈവത്തോടാണ് എഴുതിച്ചേർന്നത്. പുതിയ തലമുറയ്ക്ക് ഒരു കാര്യമുണ്ട്. എഴുന്നേറ്റെല്ലാം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ പത്രോസിന്റെയും യാക്കോബിന്റെയും പൗലോസിന്റെയും എല്ലാം വചനമായിട്ട് അങ്ങോട്ട് പറയുന്നത്, സാക്ഷ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നത്. അവരെല്ലാം അനുഭവിച്ച ദൈവദാസന്മാരാ, അവരനുഭവിച്ച അപ്പോസ്തലന്മാരാ. അവർ അനുഭവത്തിൽ കൂടെ എഴുതിയ ഭാഗമാണ്. അല്ലാതെ നിന്റെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ചിലത് ഉയർത്താൻ വേണ്ടി അത് എടുക്കല്. എടുത്താൽ വാളെടുക്കുന്നവൻ വാളാൽ എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ വചനം എടുത്ത് ഉപയോഗിച്ചാൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. വചനം എന്ന് പറയുന്നത് നിനക്ക് കീഴ്പ്പെടാനും ഭയപ്പെടാനും ജീവിക്കുവാനുള്ള മാർഗമാണ്. അല്ലാതെ നിനക്ക് ചിലവരുടെ വേണ്ടി ജയിക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കേണ്ടതും ഞാൻ മറ്റുള്ളവരുടെ വേണ്ടി വലിയ ആത്മീയനാണ്, അറിവുള്ളവനാണ് കാണിക്കേണ്ടതല്ല വചനം. വചനം എപ്പോഴും ഭയപ്പെടേണ്ടതാ, വചനത്തിൽ കീഴ്പ്പെടേണ്ട, ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും ആര് പ്രാപിക്കത്തുള്ളൂ? ദൈവമക്കൾ പ്രാപിക്കത്തുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു ബൈബിള് കടയിൽ പോയപ്പോഴും ദൈവം എന്നോട് പറഞ്ഞ്, പക്ഷെ തിരുവത്താഴത്തിന്റെ പാത്രം വേണം. പെന്തക്കോസ്താണ്. ഞാൻ ആദ്യം പറഞ്ഞ് വേണം, പുതിയ പാത്രം വന്ന് നോക്കട്ടെ എന്ന് ഓർത്ത് നോക്കിയപ്പോൾ എന്തുവാ, എല്ലാം ഗ്ലാസ്സിൽ. ഞാൻ പറഞ്ഞ ഈ ഗ്ലാസ് പരിപാടി വേണ്ട, നമ്മൾ ഒറ്റ ഗ്ലാസ്സിൽ കൊടുക്കാൻ പരിപാടി അല്ല. പക്ഷേ അത് ഇപ്പോഴത്തെ കാലത്തെ രോഗങ്ങളിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം,
ഇന്ന് പകല് ഒന്നുകൂടി ഉറപ്പിച്ച് പറയണ പൊട്ട. ഞാൻ ചോദിച്ചോട്ടെ, തിരുവത്താഴത്തിന് മുമ്പേ വചനം വായിക്കുമ്പോൾ വചനത്തിനകത്ത് പറയുന്നു രോഗങ്ങൾ മാറും. ഇത് അർഹതയില്ലാതെ യോഗ്യതയില്ലാതെ എടുത്താൽ നീ രോഗിയാവും, മരണത്തിന് കാരണമാണ്. ഞാൻ ചോദിച്ചു, സഹോദര, സ്വന്തം സഹോദരൻ അടുത്തിരിക്കുന്ന സഹോദരനെ സഹോദരനും സഹോദരി എന്നും കാണാതെ അവര് കുടിച്ച ഗ്ലാസ്സിൽ നിന്നൊന്ന് കുടിക്കാൻ പോലും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പണിക്ക് നിൽക്കല്ലേ, ഈ പണി വിട്ടു പോകുന്നതാണ്. വിശ്വാസിയാവല്ലേ, ഈ വിശ്വാസിയില്ലാതെ അവിശ്വാസിയായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്. സ്വന്തം സഹോദരനെ സഹോദരിയായിട്ട് കാണാൻ പറ്റുന്നില്ല, അതുപോലും തിരുമേശ കൊണ്ടുവന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, പുള്ളിയോട് പറഞ്ഞു ശരിയാകട്ടോ, നിങ്ങൾ പറഞ്ഞേ കറക്റ്റ്. പുള്ളി റൂട്ട് മാറി, പുള്ളി റൂട്ട് മാറ്റി എന്നെ പൊക്കാൻ നോക്കിയതാ, തിരിച്ചടി വന്നെന്ന് പറഞ്ഞപ്പോ റൂട്ട് മാറി. സ്തോത്രം. ഞാൻ ആ വേദന വേദനപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അതിനകത്ത് സ്വന്തം സഹോദരനാണ് അഭിജിത്ത്, എൻ്റെ സഹോദരൻ. ഞാൻ അഭിജിത്ത് കുടിച്ചത് എനിക്കൊന്നും കുടിക്കാൻ പറ്റിയില്ല. അതും ദൈവത്തിന്റെ ശരീരവും ദൈവത്തിന്റെ രക്തമെന്ന് പറയുന്ന പാനപാത്രം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അഭിജിത്ത് കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചില്ലെങ്കിൽ ഓക്കെ, ഇത് കുടിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അഭിജിത്തിന്റെ സഹോദരനെ കാണാൻ പറ്റും. അപ്പോഴ് സഭയ്ക്കകത്തുള്ളതെല്ലാം സഹോദരി സഹോദരന്മാരെന്ന് പറയുന്നത് കപടമല്ലയോ? ആണോ? കപടമാണോ? അല്ലയോ? അപ്പോഴീ പറച്ചിലേ ഉള്ളൂ, എന്തില്ല? അപ്പോൾ നിങ്ങൾ സഹോദരൻ സഹോദരി കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടു. സ്തോത്രം. മറ്റേ കൊച്ചു ക്ലാസ്സിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്റെ രീതി പറയാൻ നീ TS എന്നോട് പറയുന്നത് നല്ലതാണ്. മദ്യം കുടിക്കുന്നതിന് തുല്യമേ ആവത്തുള്ളൂ, അതൊരിക്കലും കർത്താവിന്റെ ശരീരമാവത്തില്ല. കൊടുത്തു. ഞാൻ ഇത് കണ്ടെനിക്ക് ദുഃഖിതോട്ട് വന്നപ്പോൾ ഞാൻ വചനത്തിൽ കയറാൻ പോവാ. വചനം ഇതിന് പറ്റിയ വചനമാ, ഇതിലേക്കാ വരുന്നത്. ദുഃഖിതനായി ഞാൻ വരുമ്പോൾ ഒരു കടയിലോട്ട് ഞാൻ നിന്നപ്പോ അവിടെ നാരങ്ങവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഞാൻ നിന്നപ്പോഴേ എന്നോട് ഒരു കുടുംബം വന്നിട്ടുണ്ട്. എന്നോട് ആ കടയിലെ അവരെന്നോട് വന്ന് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഞാൻ വെയിറ്റ് ചെയ്യാൻ അവർക്ക് കൊടുക്കാൻ. സ്തോത്രം. ഒരു അമ്മയും ഒരു മോളും, ആ മോളെ ഭർത്താവും അതിന്റെ കുഞ്ഞും, 4 പേരുണ്ട്. ഒരു സോഡ നാരങ്ങ ഒഴിച്ചിട്ട് ഈ മോളെ കൊടുത്ത്, മോള് ഇച്ചിരി കുറച്ച് കുടിച്ചിട്ട് അമ്മയുടെ കൊടുത്തു, ബാക്കി അമ്മ കുടിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫാമിലിയാണ്, നല്ല സ്നേഹമുള്ള സ്തോത്രം, മോളും അമ്മയും. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചി ഇറക്കം കുടിച്ചിട്ട് എന്ത് ചെയ്തു? അവന്റെ അമ്മയുടെ എടുത്തു കൊടുത്തു. അവന്റെ അമ്മ പിന്നെയും ആ വെള്ളം കുടിച്ചിട്ട് നേരെ വെല്ലുമ്മയുടെ കൊടുത്തു. ഞാൻ നല്ല 2 നാരങ്ങവെള്ളത്തിനകത്ത് കാര്യമൊന്നും വന്നു, പക്ഷേ സഹകരണം. സ്തോത്രം. ആ വെള്ളത്തിനകത്ത് സഹകരണം. നല്ല ഫാമിലിയെ പോയി. ഈ തിരുവനന്തപുരത്തിന്റെ വിഷമം കണ്ടോണ്ടാ ഞാൻ വരുമ്പോഴാണ്. ഇന്ന് പല ഭവനത്തിൽ പോലും ഇത് ചെയ്യത്തില്ല. മകനും മകളും എല്ലാം അന്യരാട്ടാ കാണുന്നത്. സഭയ്ക്കകത്ത് വരുമ്പോ നീ സഹോദരൻ സഹോദരൻ എന്ന് പറയുന്നല്ലോ, സഹോദരി സഹോദരി എന്ന് പറയുന്നല്ലോ, ഇതെല്ലാം പേര് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവസഭയ്ക്കകത്ത് എപ്പോഴും വരുമ്പോൾ എന്റെ സഹോദരൻ, എന്റെ സഹോദരിയെ, എന്റെ കൂടപ്പുറപ്പ് എന്നല്ല പറയുന്നതിന്റെ കാര്യം എന്തുവാ? എന്റെ ദൈവമക്കളെ ഞാൻ അങ്ങനെ കാണുന്നു. ഞാൻ ഒരാളെ സ്തോത്രം സഭയ്ക്കകത്തായാലും പുറത്തായാലും ഞാൻ ഒരാളെ സഹോദരനും സഹോദരിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആത്മാർത്ഥത. കാര്യം അവിടുത്തെ എന്തെങ്കിലും വിഷയം കേട്ടാൽ എന്റെ വീട്ടിലെ വിഷയം പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, ചില ബന്ധങ്ങളെല്ലാം ചുമ്മാതാ. നമ്മൾ ഈ ആവശ്യമില്ലാതെ സഹോദരി സഹോദരൻ എന്ന് പറഞ്ഞ് പോവല്ലേ. ചില ബന്ധങ്ങളെല്ലാം ചുമ്മാതാ. അവര് ഒരിക്കലും നമ്മളെടുത്ത് ഈ പറച്ചിലേ ഉള്ളൂ, അവരൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കാണുന്നില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തോട് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. അപ്പോഴും നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടത്? ഞാൻ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നമ്മളെ ജീവിതത്തിൽ നിന്നകത്ത് നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ ഒറ്റ ഒരാളെയാ സ്നേഹിക്കേണ്ടത്. ആരെയാ? നസറേനായ യേശുവിനെ. സ്വന്തം അമ്മയുടെ വയറ്റിൽ ജനിച്ചെന്ന് പറഞ്ഞ സഹോദരൻ സഹോദരി ആവത്തില്ല. കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് യഥാർത്ഥമായിട്ട് കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ സഹോദരി സഹോദരനാണ്. അവൻ അങ്ങനെ കണ്ടില്ല എങ്കിൽ അവൻ കഴുകപ്പെട്ടിട്ടില്ല, അവൻ വീണ്ടും ജനിച്ചിട്ടില്ല. അവൻ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റൂ, അങ്ങനെ
കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് പല സഭയ്ക്കകത്തും ഒരു ചേരിയായിട്ട് വെച്ചേക്കും. കുറച്ച് ആൾക്കാരെ വേറെ രീതിയിൽ, കുറച്ച് ആൾക്കാരെ വേറെ രീതിയിൽ, ഇങ്ങനെ ചേരിയായിട്ട് കൊണ്ടുപോകും. പക്ഷെ ദൈവവചനത്തിനകത്ത് പറയുന്നു, ദൈവസഭയ്ക്കകത്ത് അങ്ങനെ ഒരു ചേരിയില്ല. പണമുള്ളവൻ കാണും, പണം കുറഞ്ഞവൻ കാണും, ജോലിയുള്ളവൻ കാണും, ജോലിയില്ലാത്തവൻ കാണും, കഷ്ടപ്പെടുന്നവൻ കാണും, കഷ്ടപ്പെടാത്തവൻ കാണും. എല്ലാവരും ചേർന്നതാ ഒരു സഭ. ആ സഭയ്ക്കകത്ത് ഒരേ സ്നേഹമേന്തിയാവും കൊടുക്കുക. നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ചിലർക്കും നമ്മൾ ഇഷ്ടമില്ലാത്തത് കാര്യം എന്തുവാ? ഒരേ സ്നേഹത്തിലാണ്. ഒരാളടുത്ത് പോലും ഒരു സ്പെഷ്യൽ കാണത്തില്ല. കാണുമോ? നമ്മളെ സഭയ്ക്കകത്ത് തന്നെ ദൈവമക്കൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, പാസ്റ്ററിൽ അവരോട് ഭയങ്കര സ്പെഷ്യൽ. അവരെ ആദ്യം ഇറക്കി വിട്ടത് ഞാനാണ്. സ്തോത്രം. അപ്പോഴാണ് മനസ്സിലാവുന്നത് പാസ്റ്റർ ഇന്നില്ല, സ്പെഷ്യൽ ഇല്ല. പ്രൈസലോ. അങ്ങനെ സ്പെഷ്യൽ സ്നേഹം ആരോടുമില്ല, എല്ലാവരോടും ഒരേ സ്നേഹമേ. അതാ ആര് പഠിപ്പിച്ചിരിക്കുന്നത്? കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരേ തെറ്റ് ചെയ്താൽ ഞാൻ പറയും, സ്നേഹമായിട്ടുള്ള കാര്യം ചെയ്താൽ പറയും. ഇന്ന് സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അഭിജിത്ത് പറഞ്ഞ സാക്ഷ്യം ഒരു സാക്ഷ്യമാണ്. എന്തു പറഞ്ഞേ? ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, ചിന്തിച്ചപ്പോഴേ കർത്താവ് അത് കണ്ടു. കൊടുത്തത് എത്ര? ആഗ്രഹിച്ചതും ഇരട്ടി. കണ്ടോണം. ചിന്തിച്ചാൽ ദൈവവേദന നീ മനസ്സിനകത്ത് ചിന്തിക്കുമ്പോൾ തന്നെ അത് കർത്താവ് അറിയും. തരുന്നത് നീ ആഗ്രഹിച്ചതും ഇരട്ടിയാണ് തരുന്നത്. അങ്ങനെ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. എന്നിട്ടാ നമ്മൾ ഇരുന്ന് ഉറുകുന്നത്. എന്നിട്ടാ നമ്മൾ പറയുന്നത് പ്രശ്നമാണ്. എന്തുവാ പ്രശ്നം? എങ്ങനെ പ്രശ്നം? ഞാൻ ചോദിച്ചൊന്നുമില്ല. ആ പ്രിയ കുഞ്ഞിന് ദൈവം കൊടുത്ത വിശ്വാസത്തിന്റെ എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ സാക്ഷ്യം പറയണം മോനെ, അത് ഓപ്പണായിട്ട് പറയേണ്ട സാക്ഷ്യമാണ്. കാര്യം എന്തുവാ? മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടെ ഒരു ബലമാണ്. കാര്യം മറ്റുള്ള വ്യക്തികൾക്കൊരു ബലമാണ്. മനസ്സിൽ ആഗ്രഹിച്ചു, ഞാൻ പ്രാർത്ഥിച്ചില്ല, പക്ഷെ എന്റെ ദൈവം എനിക്ക് അതെന്ത് ചെയ്തു? ഡബിൾ ആക്കുന്നു. ഇങ്ങനെ ദൈവമക്കളെ പോറ്റുന്നത്, എന്നെ അങ്ങനെ പോറ്റുന്നത്. മനസ്സിൽ ചിന്തിക്കുന്നവരെ അവിടെ കണ്ടു. അപ്പോഴെന്ത് ചെയ്താൽ മതി? ഞാൻ വേറെ ഒന്നും നോക്കാതെ ആരെ കണ്ട് ഓടിയാൽ മതി? ക്രിസ്തുവിനെ നോക്കി അങ്ങ് ഓടിയാൽ മതി. എനിക്ക് അങ്ങ് ക്രിസ്തുവിനുള്ള വിശ്വാസം കൂട്ടിയാൽ മതി. കർത്താവ് എന്ത് ചെയ്തു? എല്ലാം തന്നോളും. ദൈവം എല്ലാ അനുഗ്രഹവും ആരുടെ മേൽ പകർന്നുകൊണ്ടിരിക്കും? കർത്താവ് പകർന്നുകൊണ്ടിരിക്കും. സ്തോത്രം. സഹോദരന് സഹോദരി, കുഞ്ഞുങ്ങൾ, സ്തോത്രം, തെരഞ്ഞെടുക്കപ്പെടണം. എല്ലാവരെയും സഹോദരൻ സഹോദരി എന്ന് കാണാൻ നിൽക്കല്ലേ. അതിനകത്തൊന്നും ഒന്നില്ല, ഒരു അർത്ഥവുമില്ല. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കണം. എങ്ങനെയാ സഹോദരി സഹോദരൻ തെരഞ്ഞെടുക്കുന്നത്? സ്തോത്രം. വായിക്കണം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ സ്തോത്രം 46-ാം വാക്യം മുതൽ വായിക്കണം. കർത്താവായ യേശുവപ്പൻ പുരുഷാരത്തിന്റെ മധ്യേ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ, പുരുഷാരം എന്ന് പറയുമ്പോൾ ഒരു വലിയ കൂട്ടം, ഒരു വലിയ കൂട്ടത്തിന്റെ വേണ്ടി കർത്താവായ യേശുവപ്പൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ അമ്മേ ആയ മറിയയ്ക്ക് യേശുവപ്പൻ കഴിഞ്ഞ് യോസേഫിനാൽ ജനിച്ച കർത്താവായ യേശുവപ്പൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചെങ്കിൽ അത് കഴിഞ്ഞുള്ള സഹോദരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? യോസേഫിന്റെ മക്കളായിട്ടുണ്ടായിട്ടുണ്ട്. അവര് പുറത്ത് വന്നിട്ട് സ്തോത്രമാലലിയ നിൽക്കുന്നു. ഒരാൾ ഇത് കണ്ടിട്ട് ഒരാളെ വിളിച്ചിട്ട് വന്ന് യേശുവിനോട് ചെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ടു. അവരോടി ചെന്ന് യേശുവിനോട് ചെന്ന് പറയുക, നിന്റെ അമ്മയും സഹോദരന്മാരും എവിടെ നിൽപ്പുണ്ട്? പുറത്തു വന്നിട്ടുണ്ട്. കണക്ക് കൂട്ടിക്കോണം. ആരാ സഹോദരൻ, ആരാ അമ്മ, ആരാ അമ്മ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടതെന്ന് കണക്ക് കൂട്ടിക്കോണം. സ്തോത്രം. വായിക്കാം. സ്തോത്രം. ദൈവത്തെ അറിയാത്തവരല്ല മറിയ. കണക്ക് കൂട്ടിക്കോണം. ദൈവത്തിന്റെ വചനത്തിനകത്ത് മറിയെ പറ്റി പറയുന്നത് സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂത് പറഞ്ഞ ഉടനെ ആ ദൂതിനെ പൂർണ്ണമായി ഏറ്റെടുത്തവർ. അതിന്റെ പിന്നിൽ എന്തൊക്കെ ഭാരം വരും, പ്രയാസം വരും, നിന്ന വരും, പരിഹാസം വരും, അപമാനം വരും, അതൊന്നും നോക്കാത്തവൻ. ദൈവം അങ്ങനെ പറഞ്ഞു, നല്ലത് ഭവിക്കട്ടെ. ദൈവം അങ്ങനെ പറഞ്ഞു. ദൈവമാണോ പറഞ്ഞിരിക്കുന്നത്?
എങ്കിൽ അതെന്റെ മേൽ ഭവിക്കട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തവർ. അങ്ങനെ ഒരു മാതാവ് ഇനി ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു ഒറ്റ മാതാവേ ഉള്ളൂ, സ്ത്രീയേ ഉള്ളൂ. ആര്? മറിയ. എന്തുകൊണ്ട് അത്രയ്ക്കൊരു അനുഗ്രഹപ്പെട്ട സന്തതിയെ ഗർഭം ധരിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ, പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവൾ. അതിനപ്പുറത്തൊരു സ്ത്രീ ഇല്ല. ബൈബിൾ പറയുന്നു, സ്ത്രീകൾ ജനിച്ചവരിൽ ഏറ്റവും അനുഗ്രഹപ്പെട്ട സ്ത്രീ. സ്തോത്രം. ആത്മീയം ഇല്ലാത്തതുകൊണ്ടാണോ? ആത്മീയം ഉള്ളത് കൊണ്ടല്ലയോ ദൈവത്തിന്റെ കൽപ്പനകളെ ഏറ്റെടുത്ത് പുറത്തു ചെയ്യുന്നത്? ആ മറിയ വന്നെന്ന് പറഞ്ഞപ്പോ സ്തോത്രം, യേശുവചനം പറയുക, എന്റെ ഫ്രണ്ടിൽ ദൈവവചനം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ശിഷ്യന്മാർ, അതിൽ വന്നിരിക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, സ്തോത്രം, അവരെ നോക്കിയിട്ട് പറയുക, ഇവരാണ് എന്റെ അമ്മയും സഹോദരന്മാർ. കാര്യം മറിയെ സഹോദരങ്ങൾ പുറത്ത് നിന്നിട്ട് ആരെ വിളിക്കാൻ പറ്റും? യേശുവിനെ വിളിക്കാൻ. ഞങ്ങൾ പുറത്തേക്ക് കൊണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. യേശു ഇറങ്ങി വന്നോ? ഇല്ല. അവിടെ എന്തായി? മറിയെക്കുറിച്ച് യേശു ആഗ്രഹിച്ച് ആ സമയത്ത് അകത്ത് വന്നിരിക്കാൻ ആഗ്രഹിച്ചു. ഇവര് പുറത്ത് നിന്നോട്ട് യേശുവിനെ പുറത്തേക്ക് വിളിച്ചു. യേശു പോയോ? സ്തോത്രം. ദൈവമക്കളെ, ആരാ സഹോദരൻ? ദൈവവചനത്തെ അനുസരിക്കുന്നവൻ, ദൈവവചനത്തെ കേൾക്കുന്നവൻ, ദൈവവചന പ്രകാരം ജീവിക്കുന്നവൻ ആണ് നമ്മുടെ സഹോദരനും സഹോദരനും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എല്ലാ സഹോദര ബന്ധത്തിനും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സഭ എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. ഈ സഭയ്ക്കകത്തുള്ള ഓരോ ദൈവമക്കളും കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളെ സഹോദരൻ, നമ്മളെ അമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരനോ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളെല്ലാം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളെ സഭയും ദൈവമക്കളുമാണ്. കാര്യം കർത്താവ് എന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ബന്ധം ഇതാണ്. കർത്താവിനാൽ, കർത്താവിന്റെ രക്തത്താൽ കഴിയ സഹോദരനാണ്, അവൻ സഹോദരിയാണ്. അപ്പൊ ഇവരുടെ നന്മയ്ക്ക് വേണ്ടി, ഇവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ജാഗ്രതയോട് പ്രാർത്ഥനയാണ് എന്റെ മെയിൻ ജോലി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള പ്രാർത്ഥന വിഷയം. സ്തോത്രം. അല്ലാതെ ചിലവരെല്ലാം സഹോദരനെ വിളിച്ചാൽ ആ സഹോദരൻ സഹോദരിയെല്ലാം ചിലപ്പോൾ നമുക്ക് വേദനയെ തരത്തുള്ളൂ. ഒരിക്കലും എന്ത് തരത്തില്ല? സന്തോഷം തരത്തില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ സഭ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം, ഹല്ലേലൂയ, ഒരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഈ ബൈബിൾ കടയിലെ സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഇത് ശരിയാണോ അല്ലയോ എന്ന് എന്നോട് ചോദിച്ച ചോദ്യം എന്തുവാ? ഒരു ദൈവദാസൻ വന്ന് അവരുടെ സഭയ്ക്കകത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് അപ്പുറത്തുള്ള പുരേടം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പുരേടത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് മേടിച്ചിട്ട് എടുത്തിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആ പുരേടം വേണം, ഇതാ ഒന്ന് കൊണ്ടിട്ടേക്കണം, ആരും അറിയാതെ. അല്ലെങ്കിൽ ഒരു നാളെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് കൊണ്ടിട്ടേക്കണം. ഇതെന്തോടെ കൂടാത്ര പരിപാടി? ഞാൻ ഫസ്റ്റ് വെച്ച് ഇതെന്ത് കൂടാത്ത? ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ വചനം പറയുന്നു, ഏറ്റവും വലിയ കൽപ്പനയുണ്ട്. കർത്താവ് പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സത്യത്തോടെ, പൂർണ്ണ ബലത്തോടെ, ശക്തിയോടെ യേശുവിനെ സ്നേഹിക്കണം. രണ്ടാമത്തത്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരന്റെ യാതൊന്നും നീ മോഹിക്കാൻ പാടില്ല. ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കുക? എന്ത് പറഞ്ഞു കൊടുക്കുക? ഒരു പിടി മണ്ണെടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടാൻ മതി, ഇനി വരുവാൻ. കർത്താവിന്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും കർത്താവ് തരും. പക്ഷെ അനീതിയായിട്ട് നീ പിടിച്ചു മേടിച്ചാൽ അതിന്റെ ശിക്ഷ നീ അനുഭവിക്കും, കർത്താവ് അനുഭവിക്കത്തില്ല. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് അയൽക്കാരന്റെ വസ്തു കണ്ടപ്പോ എന്ത് പറയാം? നീ നമുക്ക് ഇങ്ങനത്തെ ഉള്ള പൊട്ട മെസ്സേജുകളും കേൾക്കുമ്പോൾ ഇതിനകത്തൊന്നും പോയി ചെയ്യല്ലേ. എനിക്കില്ല, സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുക, ഇന്ന് കൊണ്ടുവരുന്ന ഒരു പിടി മണ്ണ് കൊണ്ടിടാം. ഇടല്ലേ ദൈവമക്കളെ, കർത്താവ് പറയുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. സ്തോത്രം. ഒരാൾ വന്ന് പറയുക, എന്നോട് വന്ന് പറയാം, താമസിക്കുന്ന വീട് നിങ്ങൾ വീടിന്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ തരണം, അങ്ങയുടെ ഇഷ്ടമല്ലെങ്കിൽ തരണം. കർത്താവിന് ചിലപ്പോൾ നമ്മളെ എവിടെ നിന്നും അല്ല താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ട്, അത് തരാൻ ആഗ്രഹിച്ചത് അത് തരും. ഒരിക്കലും മറ്റുള്ളവന്റെ സ്തോത്രം
അവൻ നശിച്ചു പോയാലും ഞാൻ അനുഗ്രഹം പ്രാപിക്കണം എന്ന് പറയുന്ന ഒരു സാർത്ഥതയുണ്ടല്ലോ, അതൊരു പിശാച. അതിനോട്ട് ഒരിക്കലും എന്തിയല്ലേ, നീ അടിമയാണ്. അതിനകത്ത് പോയി വീഴല്ലേ. ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ പഠിപ്പീര് എന്തുവാ? സ്തോത്രം, പഠിപ്പീര. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങനല്ലേ വചനം? ഞാൻ പറഞ്ഞു, ഇതാ വചനം, ഇങ്ങനാ ജീവിക്കേണ്ട ദൈവമക്കൾ. അല്ലാതെ വസ്തു കണ്ട് ഭ്രമിക്കാനും ആഗ്രഹിക്കാനുള്ളതല്ല. പ്രൈസ്. നമ്മളിപ്പോഴും ദേവാലയത്തിൽ ഇരിക്കുന്നു, ഇത് നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ദൈവ ഇഷ്ടമാണെങ്കിൽ നമുക്കിതല്ലെങ്കിൽ അപ്പുറത്തത് തരുവാൻ, ശ്രേഷ്ഠമുള്ളത് തരാൻ ആർക്കറിയാം? ദൈവത്തിനറിയാം. മറ്റൊരുത്തന്റെ മുതലല്ല ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല ആഗ്രഹിക്കുന്നത്. പ്രൈസ്. എന്നിട്ട് അദ്ദേഹം പറയുക, ആ ദൈവദാസൻ പോയിട്ട് വേറെ ദൈവദാസൻ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ദൈവദാസന്മാരെ നിങ്ങൾ വലിയതായിട്ട് കാണണം. നല്ല കാര്യമാണ്. നിങ്ങളെ ദൈവദാസന്മാരെ നിങ്ങൾ വലുതായിട്ട് കാണണം, ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഒരുവരെ പോലല്ല നിങ്ങൾ കാണണ്ടേ, ദൈവത്തിന്റെ ദാസനായിട്ടാ കാണണ്ടേ, ദൈവത്തിന്റെ വ്രതപുരുഷനായിട്ടാ കാണണ്ടേ. സമ്മതിച്ചു. അല്ലാതെ ഞാൻ ദൈവമല്ല, ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ വന്നതാണ്. ആ റെസ്പെക്റ്റും ബഹുമാനവും സ്നേഹവും നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് കൊടുക്കുന്നതിനായിട്ട് ഈ ബഹുമാനവും സ്നേഹവും നിങ്ങളെ ദൈവദാസന് കൊടുക്കണം. യെസ്, അങ്ങനെ കൊടുക്കുന്ന കുടുംബം, തലമുറകൾ, ദൈവദാസനെ ഭയപ്പെടുന്നവർ, അതുപോലെ ദൈവദാസൻ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുന്നവനെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. അവന്റെ തലമുറ അനുഗ്രഹപ്പെടും. ഒരിക്കലും മാറ്റമില്ല. പക്ഷെ അതിനപ്പുറമായി ദൈവമായിട്ട് നീ അവനെ കാണും. എനക്കൊരു ദൈവമേ ഉള്ളൂ, അത് നസറേനായ യേശു. അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹത്തെ ദൈവമായിട്ട് കാണണം. അപ്പോഴ് ഈ വിശ്വാസി, ബൈബിൾ ഗാർഡനിലെ വിശ്വാസി ഒരു കാര്യം ചെയ്തു കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഉടനെ എന്ന് ദേവാസനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ദേവാസ, ഇനി ഞങ്ങൾ ദശാംശം തരുമ്പോൾ തോട്ടെ കെട്ടിയിട്ട് തരാം. കാര്യം നിങ്ങൾ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല, നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ അടുത്തെങ്ങനെ ഞങ്ങൾ വരുന്നത്, അവിടെ തോട്ടൊക്കെ ഇട്ടിട്ട് ആ ദശാംശം തരാം. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നിങ്ങൾ പറഞ്ഞത് കാര്യം എന്തുവാ? സ്തോത്രം. അദ്ദേഹത്തെ വലുതായിട്ട് വേറെ രീതിയിലായിട്ട് എന്തുവാ, അദ്ദേഹത്തെ അങ്ങ് ദൈവമായിട്ട് കണ്ടോണം. അത്രയ്ക്ക് അത് പറയുന്നു. ദൈവദാസന്റെ വില കൊടുക്കണം. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാം. ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ജീവിക്കാത്തവരുമായിട്ട് എന്ത് ചെയ്യല്ലേ, കൂട്ടിച്ചേർക്കല്ലേ അവരെ. 100 പേരുണ്ടെങ്കിൽ 25 പേർ ജീവിക്കുന്നവരാ, ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങിയവരാ. അല്ലാതെ ഇത് ലാഭമായിട്ട് കണ്ടിരിക്കുന്ന 75 പേരോടൊപ്പം ഈ 25 പേരെ കാണുന്നു. അതുകൂടി ഞാൻ പറയുക, ഈ വചനം കേൾക്കുമ്പോൾ അതുകൂടി ഞാൻ പറയുക. കഴിഞ്ഞ ദിവസം ന്യൂസിനകത്തുണ്ടായിരുന്നു കുറെ പാസ്റ്റർമാരെ എടുത്ത് കാണിച്ചു. അവരെ ഒന്ന് പാസ് എന്ന് വിളിക്കല്ലേ, അവരൊന്നും പാസ്സല്ല. എന്താ കാര്യം? തിരുവനന്തപുരത്ത് ഇലക്ഷന് നിൽക്കുന്ന പ്രൈസലോ BJP നേതാവ് കുറെ പാസ്റ്റർമാർക്ക് കത്ത് കൊടുത്തിട്ട് ഇന്നടുത്ത് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. എന്തിനാ? വോട്ടെല്ലാം ആർക്ക് കൊടുക്കണം? സംഘികൾക്ക് കൊടുക്കണം. വോട്ടല്ല, സംഘികൾക്ക് കൊടുക്കണം. അതിന് ഹോട്ടലിൽ വലിയ ഫുഡും അതേപോലെ ഒരു കവറും. കുറെ പാസ്റ്റർമാരെന്ന് പറഞ്ഞ കുറച്ച് അലവലാദികൾ, ദൈവത്തിന് നിരക്കാത്ത കുറെ അലവലാദികൾ അത് പോയി നക്കി മേടിച്ച് പുറത്ത് വന്നപ്പോ നാട്ടുകാർ വളർന്നു. അതാ TV ന്യൂസിനകത്തിട്ട് ആ ഒരു പാസ്റ്ററുടെ പേര് എന്റെ പേര് വരത്തില്ല, ഉറപ്പാ. എന്റെ പേര് വരത്തില്ല, എന്റെ ചിത്രവും വരത്തില്ല. എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. നാട്ടുകാർ വളഞ്ഞു, അടിക്കാനും പിടിക്കാനും ഒന്നല്ല വളഞ്ഞു. നാട്ടുകാർ ചോദിച്ചു, മണിപ്പൂരിൽ നിങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനി സഹോദരന്മാരെ ഇവനെല്ലാം നശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇവന് കൂട്ടു നിൽക്കാൻ വന്നോ? ഇവന്റെ പൈസ മേടിച്ച് ഇവന്റെ ആഹാരം കഴിച്ച് ഇവന് വേണ്ടി കൂട്ടു നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ക്രിസ്ത്യാനികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. ആരാ ചോദിക്കുന്നത്? അന്യജാതിയിലുള്ളവരാ ചോദിക്കുന്നത്. സ്തോത്രം. ഞാൻ ആ നാട്ടുകാരുടെ കൂടാ, ഞാൻ ആ പാസ്റ്റർമാരുടെ കൂടല്ല. പാസ്റ്റർമാരെ ആ വാക്ക് ഉപയോഗിക്കുന്നവനെ തെറ്റാ, ഇവനെയല്ല പാസ്റ്റർ വിളിക്കുന്നവനെ തെറ്റാ. ആ ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നു, ഞാൻ ഉടനെ പറഞ്ഞു ഇത് പാസ്റ്റല്ല, ഇതാരാ? യൂദയാ.
യേശുവിനോടൊപ്പം കൂടെ നടന്നിട്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തവനല്ല യൂദയാ. ഇവനെ ഒന്ന് പാസ്റ്റർ എന്നല്ല വിളിക്കേണ്ടത്, യൂദയുടെ മക്കളെന്നാണ് വിളിക്കേണ്ടത്. ആ പാസ്റ്ററിന്റെ സ്ഥാനത്ത് എന്റെ പേര് കാണത്തില്ല, ഉറപ്പാ. ഇങ്ങനെ എന്നെ പോലെ ജീവിക്കുന്ന അനേകരുണ്ട്, ഇതിന് വില കൊടുക്കുന്നവരുണ്ട്. അവരൊരിക്കലും ആ സ്ഥാനത്തിൽ. അതുകൊണ്ട് ആരെയാ പാസ്റ്ററെല്ലാം വിളിക്കേണ്ട മനസ്സിലാക്കിക്കോണം കേട്ടോ. വീട്ടിലെല്ലാം കയറി അങ്ങോട്ട് വന്നിട്ട് സ്തോത്രം. ചിലത് ഒരു കാര്യം ഞാൻ പറയാം, ചിലവരുണ്ട് വണ്ടിക്കകത്ത് കയറിയാലേ പോക്കില് സ്തോത്രം 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 സ്തോത്രം. കള്ളനാട്ടോ, സൂക്ഷിച്ചോ, കള്ളന. അടുത്ത പെന്തിക്കോസുകാർ ഇരിക്കുന്ന ബസ്സിലോ കണ്ട സ്തോത്രം 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 സ്തോത്രം. ഇതിനെ വിശ്വസിക്കല്ലേ. സഹോദരനാന്ന് ചോദിക്കുകയും ചെയ്യല്ലേ, സഹോദരിയാന്ന് ചോദിക്കുകയും ചെയ്യല്ലേ. ബൈബിള് കണ്ടാൽ പോലും മിണ്ടാൻ നിൽക്കണം. കാര്യം എന്തുവാ? ഇത് നിങ്ങളെ എന്തോ വഴിയിൽ വായിക്കാനുള്ള പരിപാടിയാണ്. ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു കുടുംബത്തെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും. വേറൊരു കുടുംബമുണ്ട്, വേറെ ദൈവാസനുണ്ട്, വേറെ ദൈവാസൻ. ഈ ദൈവാസന്റെ പെണ്ണുമ്പളുടെ സ്തോത്രം കണ്ടപ്പോഴേ ഞാൻ ആ ദൈവാസന്റെ തന്നെ ഭൂലോകം തരയുടെ വിശ്വസിച്ചില്ല. കഴിഞ്ഞ ദിവസം എന്നോട് അവര് പറയാ അത് ഭൂലോക തരയുടെയാണ്. ഇങ്ങനെയുള്ളതിനെ സൂക്ഷിച്ചോ. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന അകത്താണ്. പുറത്ത് ജാതികളെ പോലെ ജൽപ്പന ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമുക്കൊരാപം പോയി, ഒരു ആക്സിഡന്റ്, ഒരു ആപത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. സ്തോത്രം പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് എവിടെ ഇരുന്നാലും നമുക്ക് മഹത്വപ്പെടുത്താം. അല്ലാതെ ഈ കൂടുതൽ ആത്മീയവും കൂടുതൽ വചനവും പറയുന്നതിനെ സൂക്ഷിച്ചോ. ഈ പുറത്ത് കാണിക്കത്തുള്ളൂ, അകത്തെന്തില്ല, ഒരു ബന്ധവും. ഇങ്ങനെ പോയ പാസ്റ്റർമാരൊക്കെ, ഈ പാസ്റ്റർമാർ മാത്രം ജീവിക്കുന്ന ദൈവദാസന്മാർ കൂടെ നാണക്കേടല്ലയോ? ആണോ? കഴിഞ്ഞ ദിവസം ഈ ന്യൂസ് കണ്ടോണ്ടാ ഞാൻ ഇതുകൊണ്ട് ഓപ്പണായിട്ടാ പറയുന്നത്. ഇത് ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ടാണ്. ഇതിനകത്ത് തെറ്റ് ചെയ്യുന്നവൻ ഒരിക്കലും യൂദയ്ക്ക് തുല്യമാണ്. അന്നും ഉണ്ടായിരുന്നു കർത്താവിനോടൊപ്പം. ഞാൻ നിങ്ങളോട് തുടങ്ങിയപ്പോഴും, ദൈവത്തിന്റെ വചനം തുടങ്ങിയപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞു, കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റുപറച്ചിലാണ്. യൂദ 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുക്കുമെന്ന് കരാർ ഉറപ്പിച്ചിട്ട് യേശുവിന്റെ അടുത്ത് വന്ന് തിരുമേശ പങ്കെടുക്കുമ്പോഴും യേശു പറഞ്ഞു, ഇതിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദ മാറിയില്ല. യൂദ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചിരുന്നു. യൂദയ്ക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുത്തതാ, ഏറ്റുപറയാൻ ഒരു അവസരം കൊടുത്തതാ, മാറിയില്ല. അത് കഴിഞ്ഞപ്പോ യൂദ വന്ന് യേശുവിനോട് ചോദിച്ചു, ഇതിൽ ആരാ? കർത്താവ് പറഞ്ഞു, നീ തന്നെ എന്ന് പറഞ്ഞിട്ടും ആര് മാറിയില്ല? യൂദ മാറിയില്ല. എന്തുവാ ഇതിന്റെ അർത്ഥം? എന്തുവാ? ഏറ്റു പറയുന്ന ദൈവമക്കളെ ആർക്ക് വേണം? കർത്താവിന് വേണം. അവൻ തെറ്റ് ചെയ്തു പോയി, കുറവ് ചെയ്തു പോയി, വീട് പോയി, എങ്കിൽ പോലും കർത്താവിനോട് ക്ഷമിക്കുക. കാര്യം എന്തുവാ? അവൻ ആ ക്ഷമ ചോദിച്ചിട്ട് ഏറ്റു പറഞ്ഞാൽ ആരോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നു? കർത്താവിനോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തിനകത്തല്ല, നമ്മുടെ ദൈവമക്കളുടെ കൂട്ടത്തിനകത്തല്ല, ദൈവസന്നിധി വരാത്തവര്, മാനസാന്തരപ്പെടാത്തവർ നമ്മളെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ പോലും ദൈവം ചില തൊടാത്ത എന്തുകൊണ്ടാണ്? അടിക്കാത്ത എന്തുകൊണ്ടാണ്? ഈ ഒരു കാര്യം കിടക്കുന്നുണ്ട്. കാര്യം എന്തുവാ? ബാക്കിയുള്ളവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോഴ് ഈ ദൈവത്തെ ഇഷ്ടമില്ലാത്തവരെയാണ് ദൈവത്തിന് ഇഷ്ടമാണ്. അവരെ തെറ്റ് ചെയ്തിട്ട് പോലും അവരെ ശിക്ഷിക്കാത്ത കാര്യം ഈ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുനീരെടുക്കുന്നുണ്ട്. അവരെ തൊട്ട ഇവർക്കാ വേദനിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ തൊടാത്തത്. അല്ലാതെ ദൈവത്തിന് തൊടാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല. സ്തോത്രം. ഇന്ന് പകല് ഞാൻ പാർച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം തന്നൊരു വെളിപ്പാടാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നവനല്ല നമ്മളെ ദൈവം. ഭയം കാണിച്ച് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവനല്ല ദൈവം. പിശാച ഭയം കാണിപ്പിച്ച് അടുപ്പിക്കുന്നു. ഓ, ഇപ്പൊ നീ എന്നെ നമസ്കരിച്ചില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കും. നല്ല ഭയപ്പെടുത്തുന്ന ആരാ? പിശാച. ദൈവം ഒരിക്കലും ഭയപ്പെടുത്തത്തില്ല. ദൈവം ഒരിക്കലും ഭയപ്പെടുത്തത്തില്ല. ഭയപ്പെടുത്താൻ ദൈവത്തിന് അറിയാൻ വയ്യാത്തോണ്ടാണ്. അല്ല, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായാണ് പലപ്പോഴും ആർക്ക് പഠിപ്പിച്ചിരുന്നേ? ആരെ പഠിപ്പിക്കുന്നത്? നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൽ വന്നിട്ട് ദൈവത്തെ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കാനാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ ഭയം കാണിച്ച് ഭയപ്പെടുത്തുന്നവനല്ല ദൈവം. ഭയം കാണിച്ച് ഭയപ്പെടുത്തുന്നവനല്ല ദൈവം. നേരത്തെ പറഞ്ഞ വാക്യമുണ്ടല്ലോ, ദോഷമായി പ്രവർത്തിച്ച് പരീക്ഷിക്കുന്ന ദൈവമല്ല നമ്മളെ ദൈവം. നമ്മുടെ മോഹത്തിലാണ് നമ്മൾ പലപ്പോഴും പരീക്ഷിക്കപ്പെട്ടു പോകുന്നത്. നമ്മളെ ചില ചിന്തകളിലാണ് പരീക്ഷിക്കപ്പെട്ടു പോകുന്നത്, ചില ചിന്തകളിലാണ് പാപം വന്നു പോകുന്നത്. എങ്കിൽ പോലും ദൈവം അതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യും? പ്രായശ്ചിത്തം ഏറ്റുപറയാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് യൂദയ്ക്ക് കൊടുത്തത്.
പക്ഷെ യൂദ അത് ചെയ്തില്ല. യൂദ പിന്നെയും അതിനകത്ത് പിടിച്ചിരുന്നു. യേശുവിനെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യൂദ സഹതാപിച്ചിട്ട് കാര്യമുണ്ടോ? സഹതാപിക്കാൻ എല്ലാവർക്കും ഒരു അവസരമുണ്ട്, മാറാൻ ഒരു അവസരമുണ്ട്. കർത്താവ് സക്കായിയെ ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട്? കർത്താവിനെ കാണാൻ വേണ്ടി ഒരു വലിയൊരു ജനത്തിന്റെ ഒരു നിര നിൽക്കുക. അതിന്റെ ഇടയ്ക്കൂടെ സക്കായി വന്ന് ആരെ കാണാൻ നിൽക്കുന്നത്? യേശുവിനെ കാണാൻ നിൽക്കുന്നത്. സക്കായി യേശു സക്കായിയുടെ അടുത്ത് വന്നപ്പോൾ സക്കായി അടുത്ത് പറഞ്ഞ ഇറങ്ങുക സക്കായി, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ്. അവൻ ഇറങ്ങി വന്ന ഉടനെ അവൻ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവെ ഞാൻ ചതുവായി വാങ്ങിയതെല്ലാം ഇരട്ടിയാക്കാൻ കൊടുക്കാം. ഏറ്റുപറച്ച്. എന്നാൽ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവരാ അപ്പുറം ഇപ്പുറം എല്ലാം നിൽക്കുന്നവര്. ഇവരാരും പറയുന്നില്ല. സക്കായി ഉടനെ പറയാം, എനിക്ക് ഉള്ളതെല്ലാം ഞാൻ കൊടുക്കാം. കാര്യം എന്തുവാ? എനിക്ക് പാപമോചനം കിട്ടിയാൽ മതി, എന്റെ യേശു എന്റെ വീട്ടിൽ വന്നാൽ മതി. യേശു വീട്ടിൽ വരാന്ന് പറഞ്ഞേ ഉഴപ്പഴേ അവൻ പറയുക, ഇതെല്ലാം കൊടുക്കാം. കാര്യം എന്തുവാ? ഇതിന്റെ കാട്ടി എല്ലാം വിലപ്പെട്ടതാ. ആര്? ഈ നിൽക്കുന്നവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. കർത്താവ് പറയാ അബ്രഹാമിന്റെ സന്തതിയാണ്. കണ്ടോ? അബ്രഹാമിന്റെ സന്തതിയാണ്. അപ്പൊ ഏറ്റു പറയുന്നവനെ ആർക്ക് ഇഷ്ടമാണ്? കർത്താവിന് ഇഷ്ടമാണ്. ഏറ്റു പറച്ചിലല്ല, ഏറ്റു പറയുന്നതനുസരിച്ച് ജീവിതം മാറ്റുന്നവനെ ആർക്ക് ഇഷ്ടമാണ്? എന്റെ യേശുവിന് ഇഷ്ടമാണ്. പത്രോസിനോട് പറഞ്ഞു. പത്രോസ് അങ്ങോട്ട് വിശ്വാസത്തിന്റെ പ്രമാണം അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് വലിയ ഡയലോഗ് എല്ലാം അങ്ങോട്ട് അടിച്ചപ്പോൾ പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ 3 വട്ടം തള്ളി പറഞ്ഞു. കോഴി കൂവുന്ന മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയും. പത്രോസ് ഉടനെ എടുത്തതായി പറഞ്ഞു. പത്രോസ് നമ്മളെ രീതി കേട്ടോ, നമ്മളെ സ്വഭാവം. അന്നത്തെ പത്രോസ് നമ്മളെ സ്വഭാവം. അന്നത്തെ സ്വഭാവത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പത്രോസ് മാറിയ സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ല. എന്തുവാ? പത്രോസ് എടുത്തതായി പറഞ്ഞു, ചാവണ്ട വന്നാലും മാറത്തില്ല. ചാവണ്ട വന്നാലും മാറത്തില്ല. അന്ന് പത്രോസ് ഏറ്റു പറഞ്ഞാൽ മതിയായിരുന്നു, കർത്താവേ ഞാൻ എനിക്ക് അങ്ങനെ വല്ലതും വന്ന എന്നെ ഒന്ന് ബലപ്പെടുത്തണേ, ശക്തിപ്പെടുത്തണേ, ഞാൻ ഒരിക്കലും പതറിപ്പോവല്ലേ, ഒരു ഭീരുവായി പോവല്ലേ. പത്രോസിന്റെ ചാട്ടം കണ്ടോണ്ട് ദൈവം ഒതുക്കിപ്പിച്ചതാണ്. പത്രോസ് എന്ത് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കാണും, ഞാൻ കാണും, ഞങ്ങളെന്നെല്ലാം മാറ്റി പിന്നെ ഞാനായി പറഞ്ഞു. നീ തന്നെ 3 വട്ടം എന്നെ എന്ത് ചെയ്യും? തല്ലി പറഞ്ഞു കഴിഞ്ഞപ്പോഴാ പശ്ചാത്താപം ആർക്കുണ്ടായത്? പത്രോസിനുണ്ടായത്. അപ്പോൾ യേശു അവനെ സ്വീകരിച്ചു. യേശു അവന്റെ അടുത്ത് പിന്നെ വരുമ്പോൾ ക്രൂശ് മരണം കഴിഞ്ഞ് പത്രോസിന്റെ അടുത്താ വരുന്നത്. അവനെ ബലപ്പെടുത്തി, ശക്തീകരിച്ചു. പക്ഷെ അവൻ അന്ന് പറഞ്ഞ കാര്യമെല്ലാം ആർക്ക് വേണ്ടി ചെയ്തു? കർത്താവിന് വേണ്ടി ചെയ്തു. കാര്യം എന്തുവാ? അത് കഴിഞ്ഞപ്പോഴേ അവൻ ശക്തി പ്രാപിച്ചു, ബലം പ്രാപിച്ചു. അതുകൊണ്ടാ ആ ക്രൂശ് മരണത്തെ ഭയപ്പെട്ടോണ്ടാ 3 വട്ടം തള്ളിപ്പറഞ്ഞ്. പക്ഷെ ആ ക്രൂശ് മരണം തന്നെ അവൻ ഏറ്റെടുത്തു. അവൻ ആർക്ക് വേണ്ടി മരിച്ചു? യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ചു. അപ്പൊ ഏറ്റു പറയുന്ന ദൈവമക്കളെ ആർക്ക് ഇഷ്ടമാണ്? ഏറ്റു പറയുന്ന ഞാൻ പാപിയാണ് സമ്മതിക്കാത്തവരെ, മറ്റുള്ളവർക്ക് വേണ്ടി സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഒന്നും ആർക്ക് ഇഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. ഇന്ന് ഏറ്റു പറയാത്ത ജനമാണ് ഉള്ളത്. എല്ലാം ഞങ്ങൾക്കറിയാം, എല്ലാം ഞങ്ങൾക്കറിയാം. ഞാൻ പറയട്ടെ, ഈ ന്യൂ ജനറേഷൻ പറഞ്ഞ എല്ലാ സഭയും വെള്ളിയാഴ്ച ആരാധന ഉണ്ടായിരുന്നു. എല്ലാ സഭയ്ക്കകത്തും ആരാധനയുണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങ് അറ്റം വരെയും പോകുമ്പോൾ എല്ലായിടത്തും ആരാധനയുണ്ട്. പക്ഷെ പാരമ്പര്യ സഭകളിലൊന്നും എന്തില്ല? ആരാധനയില്ല. എന്തിനു വേണ്ടിയാ? ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുക. ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതല്ല ആത്മീയത. ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തിൽ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഉയർച്ച പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. കർത്താവ് പത്രോസിന്റെ പടകിൽ കയറി. പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. കർത്താവ് പറഞ്ഞു വല ഇറക്കാൻ പറഞ്ഞു. പത്രോസ് എടുത്തതായി പറഞ്ഞു, യജമാനനെ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, ഇനി വല ഇറക്കണമോ? അപ്പൊ യേശു പറഞ്ഞു വല ഇറക്കെന്ന് പറഞ്ഞപ്പോ പറയുക, യജമാന്റെ വാക്കിൽ ഞാൻ ഇറക്കാം. യജമാനന്റെ വാക്കിൽ പത്രോസ് വല ഇറക്കി. വലിയൊരു മീൻകൂട്ടം വന്നു. അവന്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരു വലിയ മീൻകൂട്ടം അവന്റെ വലയ്ക്കകത്ത് വന്നു. അവൻ കൂടുള്ളവരെയെല്ലാം വിളിച്ചു, ആ മീനെ ശേഖരിച്ചു. ഉടൻ തന്നെ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്, നാഥാ, ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടുപോകണേ. എന്തുവാ? ഏറ്റുപറച്ചിൽ. ആ ഒറ്റ ഏറ്റുപറച്ചില കർത്താവ് പറയുക, ഇനി നീ ആരെയുക? ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാണ്. ഇനി നീ മുക്കുവാനല്ല,
നീ ദൈവത്തിന്റെ ദാസനാവാൻ പോവാ, അപ്പോസ്തലനാവാൻ പോവാ. ഇതേപോലെ നമ്മളെ ഓരോരുത്തരും പേര് ആര് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് മാറ്റിക്കൊണ്ട്. കർത്താവ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് ആ കേട്ട സാക്ഷി ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുന്ന മക്കളെ. ചിന്തിച്ചപ്പോഴേ അതിന്റെ ഇരട്ടി വരണമെങ്കിൽ പ്രാർത്ഥിച്ചെങ്കിൽ, അപ്പൊ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടിയത്? ഇരട്ടിയാണോ വരുന്നത്? ചിന്തിച്ചപ്പോ ഇരട്ടി കിട്ടിയെങ്കിൽ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എന്ത് കിട്ടിയനെ? അതിന് 4 ഇരട്ടി, 5 ഇരട്ടി, 10 ഇരട്ടി ആര് തരും? നീ ചിന്തിച്ചപ്പോ തന്നെ നിനക്ക് ഇരട്ടി തന്നത്. ഇന്ന് പകരം നീ വിശ്വസിക്കേ. നീ ചിന്തിച്ചാൽ, നീ ചോദിച്ചാൽ ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. അത്രമാത്രം ആരെ സ്നേഹിക്കുന്നുണ്ട്? കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഒന്നുകൂടെ വചനം വായിക്കാം. വായിച്ചിട്ട് നമുക്ക് അടുത്തൊരു വചനത്തിലേക്ക് ഒന്ന് പോകാം. സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ അമ്മയും സഹോദരന്മാരും. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെയാ. അവരൊന്നിച്ചിരിക്കുവാനാ ആരാഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്യുന്നവരെ എല്ലാം ദൈവം ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇന്ന് പുറമേയുള്ള സഹോദര വിളിയേ ഉള്ളൂ, സഹോദരി സഹോദരൻ എന്നുള്ള വിളിയേ ഉള്ളൂ. എന്തില്ല? അകമേ ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ഇന്നത്തെ പുതിയ തലമുറയ്ക്കകത്തെല്ലാം, വിശ്വാസഗോളത്തിനകത്തുള്ള പുതിയ തലമുറയ്ക്കകത്തെല്ലാം ഞാൻ വിളിച്ചു പറയാം, കർത്താവേ കർത്താവേ എന്ന് വിളിയേ ഉള്ളൂ. ആരുമായിട്ട് ബന്ധമില്ല, കർത്താവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് പകല് ദൈവത്തിന്റെ ആലോചന പോലെ പറയാം. ആകാശത്തിനകത്ത്, നക്ഷത്രത്തിനകത്ത് നീ കൂടുവെച്ചാലും, നിന്റെ കഴിവുകൊണ്ട് നേടിയാലും ദൈവം നിന്നെ വലിച്ചിറക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ കണക്ക് പറഞ്ഞേ പറ്റൂ. ആരോട്? ദൈവത്തോട്. ഒരിക്കലും നിന്റെ തലമുറ അനുഗ്രഹപ്പെടത്തില്ല. കാര്യം എന്തുവാ? ഇന്ന് നീ അനുഗ്രഹപ്പെട്ടും തലമുറ അനുഗ്രഹപ്പെടാൻ കാര്യം പിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥന കൊണ്ടാ. ഇന്ന് പിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും നിന്റെ കുടുംബം കൊണ്ട് സ്റ്റോപ്പ് ആയിരിക്കുക. കാര്യം എന്തുവാ? നിനക്ക് അപ്രകാരമുള്ള പ്രാർത്ഥന, പിതാക്കന്മാർ ദൈവസന്നിധിയിൽ നിന്ന പോലുള്ള പ്രാർത്ഥനയോ കണ്ണുനീരോ നിനക്കും നിന്റെ തലമുറയ്ക്കും ഇല്ല. നിനക്കും നിന്റെ തലമുറയ്ക്കും ലോകത്തിലുള്ള നന്മയോടുള്ള പ്രാർത്ഥനയാ ഉള്ളത്. അന്നത്തുള്ള പിതാക്കന്മാര് എന്തുവായിരുന്നു? യേശുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിറങ്ങി വരാം, ത്യജിച്ചിറങ്ങി വരാം. വീട്, നാട്, സ്വത്ത്, സുഖം ഇതെല്ലാം വിട്ട് വന്നതാണ്. ഇന്നത്തെ തലമുറ ഇതിനു വേണ്ടിയാ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, ഇതിനു വേണ്ടിയാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഇതിനു വേണ്ടിയാ വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നത്, ഇതിനു വേണ്ടി ഉപവാസം ഇരിക്കുന്നത്. കാര്യം ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പിതാവ് നമ്മൾ കണക്കൂട്ട് നന്മയുടെ പിന്നാലെ പോയോ? ദൈവം കൊടുക്കാന്ന് പറയുമ്പോൾ പോലും അത് പറയുന്നില്ല. അബ്രഹാം പിതാവ് അതിനല്ല സ്തോത്രം പറയുന്നത്, ദൈവം സംസാരിക്കുന്നതിനാ സ്തോത്രം പറയുന്നത്. നെഹമ്യാവിന്റെ കാര്യം നമ്മൾ കേട്ടു. നെഹമ്യാവിന്റെ ഇനി ബാക്കിയുള്ള ഭാവത്തിലേക്ക് നമ്മൾ പോയില്ല, ഇനി പോകുന്നുണ്ട്. നെഹമ്യാവ് സ്തോത്രം സുഖമായിട്ടാ ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവജനത്തെ തൊട്ടം അറിഞ്ഞപ്പോ നെഹമ്യാവിന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. നെഹമ്യാവിനെ അല്ല തൊട്ടത്. നെഹമ്യാവിന് ക്ഷാമവും ഇല്ല, പ്രയാസവും ഇല്ല, സങ്കടവും ഇല്ല. നെഹമ്യാവ് ഹാപ്പിയായിട്ട് അധികാരത്തോടെ പോകുന്നത്. എങ്കിലും ദൈവജനത്തെ തൊട്ടെന്ന് പറഞ്ഞപ്പോ നെഹമ്യാവിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. നെഹമ്യാവ് അതിനുവേണ്ടി കരയുക, ഏറ്റുപറയുക. നെഹമ്യാവ് ഏറ്റുപറയുക. ആരോട്? എന്റെ പിതൃഭവനം മുതൽ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പാപത്തെ ആരേറ്റു പറയുക? നെഹമ്യാവ് ഏറ്റു പറയുക. അന്നത്തെ ഉപവാസം ഇരിക്കാൻ തുടങ്ങി, ദുഃഖിക്കാൻ തുടങ്ങി. അന്നത്തെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ തീരുമാനിച്ചത്. ഇത് നമ്മൾ ഉപവസിക്കുക, ദുഃഖിച്ച ഉടനെ നമുക്ക് കിട്ടണം. നമ്മളെ തീരുമാനം അതാ. നമ്മൾ ഉപവാസം വരുന്ന അപ്പടി കിട്ടിക്കണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറകുറുക്കാൻ തുടങ്ങി. സ്തോത്രം. അവരത് ആദ്യം നെഹമ്യാവ് അതല്ല ചെയ്തേ. ആദ്യം സ്വയം ഏറ്റുപറഞ്ഞ് ഉപവസിരിക്കാൻ തുടങ്ങി. ഉപവാസം ഇരുന്ന് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാ തീരുമാനമെടുത്ത് എന്തുവാ ഇനി ചെയ്യാൻ പോകുന്നത്. ദൈവം ആ തീരുമാനത്തെ എന്ത് ചെയ്തു? മാനിച്ചു, അനുഗ്രഹിച്ചു. സ്തോത്രം. ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത പറയുന്നത്, ദൈവത്തിന്റെ ആലോചന പറയുന്നത്, ആരാണ് സഹോദരൻ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ, ദൈവ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവൻ, ദൈവ പ്രമാണം അനുസരിച്ച് മറ്റുള്ളവനെ സ്നേഹിക്കുന്നവൻ. അവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. അടുത്ത വാക്യമല്ല, സ്തോത്രം. മർക്കോസ് സുവിശേഷത്തിലേക്ക് വരാം. 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം മുതൽ വായിക്കാം.
നോക്കി തന്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. സ്തോത്രം. കർത്താവ് ചുറ്റും നോക്കിയിട്ട്, സ്തോത്രം, ഇതിനു മുമ്പേ ഒരു ഭാഗമുണ്ട്. ഒരു ധനവാനായ ഒരു പൈതൽ വന്നിട്ട് പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവനെ ഉപദേശിച്ച് അവനെ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ട് അടുത്ത പറയുക, ചുറ്റും നോക്കിയിട്ട് പറയുക, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പ്രയാസം. എന്തുവാനും ധനവാൻ സ്വർഗത്തിൽ പോത്തില്ലേ? നമ്മുടെ അബ്രഹാം പിതാവ് ഭയങ്കര ധനവാനായിരുന്നു. വലിയ രാജാക്കന്മാർ പോലും ഭയപ്പെടുന്ന പ്രകാരമുള്ള ധനവും അധികാരവും ശക്തിയുമുള്ളവനായിരുന്നു അബ്രഹാം പിതാവ്. സ്വർഗത്തിൽ പോയില്ലയോ? സ്വർഗത്തിൽ നമ്മുടെ സ്തോത്രം വിശ്വാസ പിതാവ് ആരാണ്? അബ്രഹാം പിതാവാണ്. പക്ഷെ ധനത്തിന്റെ പിന്നാലെ പോകുന്നവനല്ലായിരുന്നു ആര്? അബ്രഹാം പിതാവ്. ഇന്ന് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ല ദൈവം ഒരു വഴി തുറന്ന ധനത്തിന്റെ പിന്നാലെ പോകുന്നത്, അല്ല ദൈവത്തിന്റെ പിന്നാലെയല്ല പോകുന്നത്. ദൈവത്തിന്റെ പിന്നാലെയല്ല പോകുന്നത്. ആരുടെ പിന്നാലെ പോകുന്നേ? ധനത്തിന്റെ പിന്നാലെ, അധികാരത്തിന്റെ പിന്നാലെ. അവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. പറയുക, ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നത് പ്രയാസം. ശിഷ്യന്മാർ ഇത് കേട്ടപ്പോഴേ ആകെ ഫീസ് പോയി. കാര്യം ഇറങ്ങി തിരിച്ച ഇതിനു വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച്. ദൈവം പറഞ്ഞേ, നീ പിടിക്കണ്ട, മനുഷ്യനെ പിടിക്കാൻ. ദൈവം അങ്ങോട്ട് പറയുക, ധനവാൻ സ്വർഗത്തിൽ രാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം. അപ്പൊ ദൈവമക്കൾക്ക് ധനം കൊടുക്കാതിരിക്കുമോ ദൈവം? അടുത്ത വാക്യമായി, പിന്നെ യേശുവിൽ പറഞ്ഞു, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ. അതാണ് പോയിന്റ്. അപ്പൊ ദൈവത്തെ ആശ്രയിക്കുന്നവൻ ദൈവവചന പ്രകാരം ജീവിക്കും. അവൻ ഒരിക്കലും എന്തിനെ ആശ്രയിക്കത്തില്ല? സമ്പത്തിനെ ആശ്രയിക്കത്തില്ല. നീതിയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും. പക്ഷെ ഒരിക്കലും സമ്പത്തിന്റെ പിന്നാലെ എന്ത് ചെയ്യത്തില്ല? അവൻ പോത്തില്ല. സമ്പത്ത് അവന്റെ പിന്നാലെ വരത്തുള്ളൂ. അവൻ ഒരിക്കലും സമ്പത്തിന് അടിമയാവത്തില്ല. സമ്പത്ത് വന്നിട്ട് അവൻ നിഗളിയാവത്തില്ല. കാര്യം അവന്റെ മേൽ എപ്പോഴും ആരാ വസിക്കുന്നത്? യേശു വസിക്കുന്നത്. അപ്പോഴവൻ ഏതിനെ ആശ്രയിക്കേണ്ടത്? ദൈവത്തിന്റെ പ്രമാണത്തെ, ദൈവത്തെയും ആശ്രയിക്കുന്നവൻ ഒരിക്കലും സമ്പത്തിന്റെ പിന്നാലെ പോകത്തില്ല. സമ്പത്ത് അവന്റെ പിന്നാലെ വരും. ഒരിക്കലും സമ്പത്ത് അവനെ ഭരിക്കത്തില്ല. അവനെ ഭരിക്കുന്നത് സമ്പത്ത് കൊടുത്ത കർത്താവായിരിക്കും. അവന് സമ്പത്ത് ഉപയോഗിക്കാൻ അറിയാം. അവനൊരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ എന്ത് ചെയ്യത്തില്ല? മാറ്റി നിർത്താൻ പറ്റത്തില്ല. അവൻ ദൈവത്തിന്റെ അനുഗ്രഹവും വാഗ്ദത്തവും എന്ത് ചെയ്യും? പ്രാപിക്കും. പക്ഷെ ഇന്നത്തെ സമൂഹം മൊത്തം വന്നിരിക്കുന്ന എന്തിന്റെ പിന്നാല? എന്തിന്റെ പിന്നാല? സമ്പത്തിന്റെ പിന്നാലെ. നീ കടക്കാരനാണോ? നീ വാ, ഇവിടെ ഒരു ലോട്ടറി കച്ചവടം ഉണ്ടോ? ബമ്പർ അടിക്കുന്നുണ്ടോ ഇവിടെ? ഇത് ബമ്പർ അടിക്കുന്ന മാർഗമല്ല. ഇവിടെ ഒറ്റ മാർഗമേ ഉള്ളൂ. പത്രോസ്, അപ്പോസ്തല പ്രവർത്തിക്കാത്ത പത്രോസും യോഹന്നാനും 9-ാം നണി നേരത്ത് പുറത്തോട്ട് ഇറങ്ങിച്ചത് ദേവാലയത്തിന് മുമ്പിൽ അങ്ങോട്ട് നിന്നു. സ്തോത്രം. അരയ്ക്ക് നാപ്പോട്ട്, 40 വയസ്സിൽ മേൽ അരയ്ക്ക് നാപ്പോട്ട് തളർന്നിരിക്കുന്നവരിയ്ക്കുന്നു. അവൻ ഇവരെ ഒറ്റുനോക്കി വല്ല കിട്ടുമെന്നോർത്തു. പത്രോസും യോഹന്നാനും അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, വെള്ളി പൊന്നൊന്നും എനിക്ക് തരായില്ല, പക്ഷേ നസറേനായ യേശുവിന്റെ നാമത്തിൽ 40 വർഷം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സഹോദര, നീ ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ് മുൻവിധിച്ച് വെച്ചിരിക്കുന്ന നിന്റെ കുടുംബം മുഴുവനും വികലാംഗെന്ന് പറഞ്ഞ, നിന്റെ കുടുംബം മുഴുവനും അരയ്ക്ക് നാപ്പോട്ട് തളർന്നതെന്ന് പറഞ്ഞ ഈ പേരിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിയും. എങ്ങനെ കഴിയും? ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന നസറേനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ, കർത്താവിന്റെ നാമത്തിൽ അപ്പോസ്തലൻ കൽപ്പിച്ചപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൊന്ന് വിളിച്ചു പറയട്ടെ, ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളെ കുറിച്ച് ഇതാ ദൂത് കിടക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുവാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ നന്മയില്ലാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുവാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കും, വെള്ളി പൊന്നും എന്റെ കയ്യിലില്ല, വെള്ളി പൊന്നും എന്റെ കയ്യിലില്ല, എനിക്ക് കൊടുക്കുവാനൊരു മനസ്സുണ്ട്, എനിക്ക് കൊടുക്കാനൊരു മനസ്സുണ്ട്. എന്റെ മനസ്സിനകത്ത് ദൈവത്തിന്റെ വാസ്തവമുണ്ട്. എന്റെ മേൽ ദൈവത്തിന്റെ ശരീരത്തിനകത്ത് വസിക്കുന്നത് കർത്താവ്, എന്നെ ഭരിക്കുന്നത് കർത്താവ്. ഞാൻ കർത്താവിന് മണവാട്ടി ചോദിച്ചാൽ മണവാളിന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മണവാട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് കൊടുക്കുന്നവന്റെ മണവാളൻ. ആ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ കുടുംബത്തെ, എന്റെ
വന്ന് ഈ യേശുവിന്റെ നാമത്തിൽ ഞാൻ എഴുന്നേൽക്കട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവിനെ നമ്മുടെ മധ്യത്തിൽ അറിയിക്കും. ഹല്ലേലൂയ. ഇത് പകലൊന്ന് വിശ്വസിക്ക്. വെള്ളിപ്പൊന്നും എന്റെ കയ്യിലില്ല. കർത്താവേ, എനിക്കൊരു ഹൃദയമുണ്ട്. ഞാനത് യേശുവിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ യേശുവിന്റെ മണവാട്ടിയാണ് ഏൽപ്പിക്കുന്നു. എന്റെ മണവാളനായ കർത്താവേ, മണവാളനായ കർത്താവേ, എന്റെ യജമാനനായ കർത്താവേ, എന്റെ പ്രഭുവായ കർത്താവേ, എന്റെ സ്നേഹിതനായ എന്റെ കർത്താവേ, എന്റെ അപ്പനായ എന്റെ കർത്താവേ, എന്നെ കൈവിടാത്ത എന്റെ കർത്താവേ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. എന്റെ മേലുള്ള പ്രതികൂലം മാറട്ടെ, എന്റെ മേലുള്ള പ്രതിസന്ധികൾ മാറട്ടെ. എന്നെ വെല്ലുവിളിക്കുന്ന, എന്നെ വാദിക്കുന്ന, എന്നെ തകർക്കുമെന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലൊന്ന് അഴിയട്ടെ. ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ടെ, ദൈവത്തിന്റെ ദൂതുകൾ വെളിപ്പെടാട്ടെ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടാട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടാട്ടെ. ഇന്ന് പകൽ ദാസനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവശക്തി ഇറങ്ങട്ടെ. മറുപടി നൽകുന്ന ദൈവത്തിന്റെ ശക്തി, അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി. സ്തോത്രം. യേശുവിനെ പ്രാപിച്ച്, യേശുവിനെ പ്രാപിച്ച് ഇന്ന് പകലങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഇന്ന് കർത്താവിന്റെ മറുപടിയുണ്ട്, കർത്താവിന്റെ ഒരുക്കമുണ്ട്, കർത്താവിന്റെ അത്ഭുതമുണ്ട്. ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചോ, ഏൽപ്പിച്ചോ, ഏൽപ്പിച്ചോ. ഇന്ന് പകൽ എനിക്കൊരു മറുപടിയുണ്ട്. യേശു എനിക്കായി ഇറങ്ങിയിട്ടുണ്ട്, യേശു എനിക്കായി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ യേശു എനിക്കും എന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയവുണ്ട്. എന്റെ യേശുവിന്റെ അത്ഭുതം ഞാനും എന്റെ കുടുംബം അനുഭവിക്കുക. ദൈവത്തിന്റെ ദൂതങ്ങോട്ട് ഇറങ്ങട്ടെ. ആത്മസാന്നിധ്യം കൊണ്ട് നടക്കട്ടെ, ആത്മസാന്നിധ്യം കൊണ്ട് നടക്കട്ടെ. ഇത് പകലൊരു മറുപടിയുടെ പകലാവട്ടെ, ഒരു ഉണർവിന്റെ പകലാവട്ടെ, ഒരു അഭിഷേകത്തിന്റെ പകലാവട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന്റെ പകലാവട്ടെ. വെള്ളി പൊന്നുമില്ല, പൊന്നുമില്ല, എന്റെ യേശുവുണ്ട്, എന്റെ യേശുവുണ്ട്. വെള്ളിക്ക് പൊന്നിനും കഴിയാത്തത് യേശുവിന് കഴിയും, വെള്ളിനും പൊന്നിക്കും കഴിയാത്തത് യേശുവിന് കഴിയും. ഇന്ന് എനിക്കുള്ള ആ വ്യക്തികൾക്ക് കഴിയാത്തത് യേശുവിന് കഴിയും, ബന്ധങ്ങൾക്ക് കഴിയാത്തത് യേശുവിന് കഴിയും, എന്റെ ബുദ്ധിക്ക് കഴിയാത്തത് യേശുവിന് കഴിയും. ഇന്ന് പകല ദൂതമൊക്കെ നിവർത്തിയാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെ അല്ല, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഞാൻ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 40 വർഷം ഒന്നിച്ച് ജീവിച്ച, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ജീവിച്ച വ്യക്തികൾക്ക് ഒരു അവാർഡ് കൊടുത്തു. കാര്യം ഈ 40 വർഷവും അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടില്ല, പിണങ്ങി ഇരുന്നിട്ടില്ല. അത് ആ വീട്ടിലുള്ള ജോലിക്കാര്, വീട്ടിലെ അപ്പുറത്തുള്ള അയൽവാസികൾ, ബന്ധുക്കൾ, അവരോടെല്ലാം അഭിപ്രായങ്ങൾ മേടിച്ചിട്ടാണ് ഇവർക്ക് സമ്മാനം കൊടുത്തത്. 40 വർഷം കൊണ്ട് ഇവർ എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിട്ടില്ല. അവാർഡ് മേടിച്ചു, എല്ലാം കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ തേടി ഒരാൾ വന്നു, രഹസ്യമായിട്ട് കൊണ്ടിരുത്തി സംസാരിച്ചു. പ്ലീസ്, എന്നോടൊന്നും തോന്നില്ല, എന്നോട് സത്യം, എന്നോടെങ്കിലും സത്യം പറഞ്ഞു. 40 വർഷം കൊണ്ട് നിങ്ങൾ പിണങ്ങിയിട്ടില്ല, 40 വർഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായിട്ടില്ല. പുള്ളി പറഞ്ഞു, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാത്ത വീടുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ യഥാർത്ഥമായിട്ട് കുടുംബജീവിതം നയിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അറിവിൽ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സൗന്ദര്യപ്പിണക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും വീട്ടിൽ.
ഈ മനുഷ്യനോട് ചോദിച്ച് എന്തു ഇതിന്റെ കാരണം? പെണ്ണുങ്ങളെ ചില ഭവനത്തിനകത്ത് പെണ്ണുങ്ങളായിരിക്കും ഭർത്താക്കൾ, എങ്കിൽ പോലും വഴക്കുണ്ടാവാതിരിക്കട്ടെ. ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോഴ് ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുറച്ചുകൂടി സമ്പത്ത് അധികാരമല്ല ആർക്കാവുള്ളത്, ഭാര്യയുടെ കുടുംബത്തിന്. അതുകൊണ്ടാവും. പുള്ളി പറഞ്ഞതല്ല. ഇദ്ദേഹം രഹസ്യമായിട്ട്, ഞാൻ ആരോടും പറയത്തില്ല, എന്നോടൊന്നും പറ പ്ലീസ്. ഇങ്ങനെ പുള്ളിക്കാരൻ ഒരുപാട് നിർബന്ധിച്ച് പുള്ളിക്കാരൻ 2-3 ദിവസം ഇദ്ദേഹത്തെ വന്ന് കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് പുള്ളി വർഷം ഒന്ന് പറഞ്ഞു, അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റിയിട്ടില്ല, അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ കെട്ടിക്കൊണ്ട് വന്നാണ്, ഞാൻ ഭാര്യയുടെ വീട്ടിലാണ് താമസം. അതെല്ലാം മുമ്പേ തീരുമാനിച്ചിട്ടാ പോകും. ഭാര്യയുടെ വീട്ടിൽ ചെന്നു. സ്തോത്രം. ഭാര്യ ഞാനും പുറത്തോട്ട് നടക്കുവാൻ ഇറങ്ങി. അപ്പോഴ് ഭാര്യയുടെ വീട്ടുകാർക്ക് വലിയൊരു സ്തോത്രം, കുതിരകളെ വളർത്തുന്ന ഒരു വലിയൊരു കേന്ദ്രമുണ്ട്. എല്ലാ റേസിങ്ങിന് ഇറക്കുന്ന കുതിര. അപ്പോൾ വിലപ്പെട്ട കുതിരകൾ, ലക്ഷങ്ങൾ വിലപ്പെട്ടുള്ള കുതിരകൾ. വൈഫ് ഞാൻ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, കുതിരയെ റൈഡ് ചെയ്യുമോ, കുതിരയെ ഓടിക്കുമോ? അപ്പോൾ വൈഫ് പറഞ്ഞു, പിന്നെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, കുതിരയെ ഓടിക്കും. ഏത് കുതിരയെ ഓടിക്കും? അപ്പോഴ് വൈഫ് പറഞ്ഞു, ഏത് കുതിരയെ ഓടിക്കും? ഏത് അടങ്ങാത്ത കുതിരയെ ഞാൻ ഓടിക്കും. അങ്ങനെ അവിടെ അടങ്ങാത്തൊരു കുതിരയെ കണ്ടപ്പം ഭർത്താവ് നന്നായി ഇതിനെ ഒന്ന് ഓടിക്കാം. ഭാര്യ ഓടിക്കാൻ വേണ്ടി അതിനെ മുകളിൽ കയറി. കുതിര തള്ളിയിട്ടു, ഒരു വട്ടം തള്ളിയിട്ടു. രണ്ടാമത് ഭാര്യ അതിനകത്ത് ചാടിക്കയറാൻ നോക്കി, രണ്ടാമത് തള്ളിയിട്ടു. മൂന്നാമതും ഭാര്യ വീണ്ടും അതിനകത്ത് കയറി, മൂന്നാമത് തള്ളിയിട്ടു. ഭർത്താവ് ചിരിച്ചു. ഭാര്യ നിമിഷ നേരം കൊണ്ട് തോക്കെടുത്ത് ആ കുതിര വെടിയിച്ചു. ഭർത്താവ് പറഞ്ഞു, ആവശ്യമില്ലാതെ ചിരിച്ചിട്ട്, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ചാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് 40 വർഷം ഞാൻ മിണ്ടാതിരുന്നത്. അതുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തിനകത്ത് ഒരു വിഷയമില്ല. അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന ദൈവത്തെയല്ല നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയല്ല. നീ എത്ര വട്ടം ശണ്ടയിട്ടു, എത്ര വട്ടം ദൈവം തന്ന നന്മകളെ മറന്ന് നീ ദൈവത്തെ വിട്ട് ജീവിച്ചു, എന്നിട്ടും നിന്നെ ചേർത്ത് പിടിച്ചു. അതിന്റെ കാര്യം എന്താ? യൂദയെ കർത്താവിന് വേണമായിരുന്നു. അതുകൊണ്ടാണ് യൂദയെ സ്തോത്രം 2 വട്ടം യൂദയോട് പറഞ്ഞു. യൂദയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. യൂദയോട് ഡയറക്റ്റ് പറഞ്ഞു. യൂദ മാറിയില്ല. പിന്നെ യൂദ ആർക്ക് വേണ്ട? ദൈവത്തിന്. ഇതേപോലെ നമുക്ക് ചില അവസരങ്ങൾ തരും. ഈ അവസരത്തിൽ പിന്മാറ്റത്തിന് മടങ്ങി കയറിക്കോണം. നമ്മളെ തന്നെ ഏറ്റു പറഞ്ഞ് കയറിക്കോണം. കയറിയാൽ നീ ഭാഗ്യവാനാണ്. പിന്നെ നിനക്ക് എപ്പോഴും ഈ അവസരം കിട്ടുമെന്ന് നോക്കണം. എപ്പോഴും ഈ അവസരം കാണത്തില്ല. നിനക്ക് ചില അവസരം ദൈവം തരും. ആ അവസരത്തിനകത്ത് ദൈവത്തെ അറിയേണ്ട രീതി നീ അറിഞ്ഞ് കയറിയാൽ നീ ഭാഗ്യവാനാ. അല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടത്. പിന്നെ നീ കയറാൻ നോക്കിയാൽ എന്ത് ചെയ്യത്തില്ല, കയറാൻ പറ്റില്ല. അതുകൊണ്ട് സമ്പത്തിന് വേണ്ടി ദിവസം നീ വരാൻ. സമ്പത്ത് അല്ല മുഖ്യം, ദൈവം നീയുമായിട്ടുള്ള ബന്ധമാണ്. സമ്പത്ത് നിന്റെ പുറമേ വരുന്ന കാര്യമാണ്. സമ്പത്ത് മുമ്പിൽ പോകേണ്ടതല്ല. മുമ്പിൽ പോകേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധമാണ്, ആത്മീയ ബന്ധമാണ്. ആത്മീയമായിട്ട് മുന്നിലോട്ട് പോയാൽ മാത്രമേ സമ്പത്ത്, മറ്റുള്ള കാര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം എന്ത് ചെയ്യത്തുള്ളൂ, പുറമേ വരത്തുള്ളൂ. അപ്പോൾ നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിഗളിക്കത്തില്ല. ഇന്നത്തെ തലമുറ നിഗളി എന്ന് പറയുന്നതിന്റെ കാര്യം എന്തുവാ? അവന്റെ ഇന്നത്തെ മാതാപിതാക്കള് പലപ്പോഴും സമ്പത്തിന്റെ പിന്നാലെ ഓടിയേക്കുന്നു, നന്മയുടെ പിന്നാലെ ഓടിയേക്കുന്നു. അതാ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഓടിയേക്കുന്നത്. അത് കണ്ട ആര് വരുന്നത്? തലമുറ വരുന്നത്. അവർക്ക് ഇന്നത്തെ മാതാപിതാക്കൾക്ക് പലർക്കും ആരുമായിട്ട് ബന്ധമില്ല, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. ക്രിസ്തുവുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു ഇത് വരത്തില്ല. ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറച്ചിലേ ഉള്ളൂ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നതിനായിട്ട് എളുപ്പമാ ഒട്ടകം സൂചിക്കുള്ളിൽ കൂടി കടക്കുന്നത്.
ഒരു കവാടമാണ്. ഇസ്രായേലിന്റെ അകത്തൊരു കവാടത്തിന്റെ പേര് ഒട്ടക സൂചിക്കുഴൽ എന്ന് പറയുന്നത്. അതിൽ കൂടെ ഒട്ടകം കടക്കാൻ പാടാം. വേണ്ട, നമ്മളെല്ലാം ചിന്തിച്ചു നോക്കിക്കോ. ഒരു സൂചിയുടെ ഹോളിൽ കൂടെ ഒരു ഒട്ടകം കടക്കത്തില്ല. അത്രയ്ക്ക് പ്രയാസമാണ് ധനവാൻ എവിടെ വരാൻ, സ്വർഗ്ഗരാജ്യത്തിൽ വരാൻ. കാര്യം ധനം നിലനിർത്താൻ വേണ്ടി പാപം ചെയ്യുന്നവനെ ആർക്ക് വേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞൊരു ദൈവദാസന്റെ അനുഭവം. ഒന്നുമില്ല, ഇവൻ ദൈവം എല്ലാം കൊടുത്തു. പക്ഷെ ആരെ മറന്നുപോയി? ദൈവത്തെ മറന്നു. ഇന്ന് ദൈവത്തെ മറന്നാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പരിഹാസിയായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ലോകത്തിന്റെ പെണ്ണിൽ, അധികാരിയുടെ പെണ്ണിൽ അദ്ദേഹത്തിന് ഭയങ്കര സ്ഥാനമുണ്ട്. പക്ഷെ എവിടില്ല. ഇന്ന് മോദിയോട് പുള്ളി വിളിച്ചു പറയുക, ഇന്ന് വൈകിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുമെന്ന് പറഞ്ഞാൽ മോദി എല്ലാ പ്രോഗ്രാമും നിർത്തി വെച്ചിട്ട് പുള്ളിയെ കാണും. അത്രയ്ക്ക് ബന്ധങ്ങളുണ്ട് പുള്ളിക്ക്. പക്ഷേ ആരുമായിട്ടില്ല, ദൈവമായിട്ടില്ല. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളെ ഏത് വിഷയത്തിനകത്തും ആരുണ്ട്? ദൈവമുണ്ട്. കാര്യം എന്തുവാ? നമ്മൾ ദൈവമായിട്ട് ബന്ധമുണ്ട്. നമുക്ക് പുറമേ വലിയ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്? ദൈവമായിട്ട് ബന്ധം ഉണ്ടോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തുന്നത്, അനുഗ്രഹിക്കുന്നത്. ഈ ചൂട് പ്രതികൂലമാണ്, എങ്കിലും നമ്മൾ തരണം ചെയ്ത് പോകുന്നില്ലയോ? വീട് പോയെന്ന് പറയും, വേവുന്ന് ശരീരം വെന്തെന്ന് നമുക്കറിയാം. വേവുന്ന രീതിയിൽ നമ്മൾ ചൂടനുഭവിച്ചു, എങ്കിലും നമ്മൾ തരണം ചെയ്യുന്നില്ലയോ? കാര്യം എന്തുവാ? വാഗ്ദത്തം പ്രാപിച്ചവനാണ് നമ്മൾ, നന്മ പ്രാപിച്ചവനാണ് നമ്മൾ. പറയുക, ധനവാൻ സ്വർഗത്തിൽ പോകുന്നതിനെക്കാട്ടും എളുപ്പം ഒട്ടകം സൂര്യക്കുള്ളിൽ കൂടെ കടക്കുന്നതാണ്. കാര്യം എന്തുവാ? ധനവാൻ സ്വർഗത്തിൽ പോകാൻ പാടാണ് എന്ന് പറഞ്ഞ് ധനവാൻ സ്വർഗത്തിൽ പോകാതിരിക്കുക. ദൈവവചന പ്രകാരം, പ്രമാണപ്രകാരം ജീവിക്കുന്നവൻ എവിടെ വരും? സ്വർഗരാജ്യം വരും. അടുത്ത വാക്യം പെട്ടെന്ന്. ആ ആ സ്തോത്രം. ഉടനെ അവര് പറഞ്ഞു, ഇങ്ങനെല്ലാം പറഞ്ഞ പാടാ ജീവിക്കാൻ. ഇന്ന് നമ്മൾ ദൈവവചനം പറയുമ്പോൾ പല സഭ എന്നോട് പറയും, ഇങ്ങനെല്ലാം പോയി കഴിഞ്ഞാൽ പാടാ, ഇങ്ങനെല്ലാം പോയ ഒരു സഭ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ഒറ്റ വാക്യം ഇതാ, എന്തുവാ? മനുഷ്യന് സകലതും അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാണ്. കാര്യം ദൈവത്തിന്റെ സഭയാണെങ്കിൽ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയാണെങ്കിൽ, മനുഷ്യനോ സംഘടനകൾക്കോ മറ്റുള്ളതിനോ അല്ല പ്രാധാന്യം. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയാ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവമക്കളാ, സഭയോടൊപ്പം നിൽക്കുന്ന ദൈവമക്കളാണെങ്കിൽ നിശ്ചയമായി നമ്മൾ ആ അനുഗ്രഹം പ്രാപിച്ചു. കാര്യം ദൈവമാകുമ്പോൾ നമ്മളല്ല പോകുന്നത്. നമ്മളന്ന് ഓരോ ദിവസം നടന്നു പോകുന്നത്, നടത്തുന്നത് ആരാ? ദൈവമാണ്. സ്തോത്രം. അടുത്തത് പത്രോസ് ഉടനെ എടുത്തായി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പത്രോസ് ഏതാണ്ടെല്ലാം ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും ആഗ്രഹമുണ്ട്. സ്തോത്രം. എന്നോട് ചോദിച്ചാൽ സകലതും വിട്ട്, എനിക്കുള്ളതെല്ലാം വിറ്റ് പറക്കി ഇറങ്ങിയതാണ്. പക്ഷെ എനിക്കും ആഗ്രഹമുണ്ട്, സഭാഹോള് വേണം, ഭവനം വേണം, സഭാഹോള് വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കൾ വേണം. ഇതെന്റെ ആഗ്രഹമാണ്. അതിനപ്പുറത്തൊരാഗ്രഹം എനിക്കില്ല. സ്തോത്രം. എന്നെ അമേരിക്കയിൽ അറിയണം, എന്നെ സ്തോത്രം UK അറിയണം, എന്നെ UK കൊണ്ടുപോകണം, കാനഡയിൽ കൊണ്ടുപോകണം. ഇങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്കില്ല. എനിക്ക് കർത്താവ് ഏൽപ്പിച്ചത് എന്ത് ചെയ്യണം? വിശ്വസ്തയോട് എനിക്ക് ചെയ്യാൻ പറ്റണം. സ്തോത്രം. വിശ്വസ്തയോട് ചെയ്യാൻ പറ്റണം. അടുത്ത വാക്യോടൊന്ന് പെട്ടെന്ന് വായിച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ കണ്ട് വിശ്വസിച്ചിറങ്ങി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമൈതൽ ആമേ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട വാക്യങ്ങളാ ഇത്. എന്ത് പറഞ്ഞ്? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം വിട്ടിറങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? കർത്താവ് പറയുക, എന്റെ നാമം നിമിത്തം നീ വീടോ, സഹോദരി സഹോദരന്മാരെയോ അപ്പനെയോ അമ്മയോ ആമേ നിനക്കുള്ള ധനങ്ങളെയോ വിട്ട് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് ഈ ലോകത്തിൽ ആമേ ഉപദ്രവങ്ങളും പ്രയാസത്തോടുകൂടെ തന്നെ 100 മടങ്ങ് ദൈവം നിനക്കായി മടക്കി തരും. അതേപോലെ സ്വർഗ്ഗരാജ്യത്തിൽ നിനക്ക് ഉറപ്പായി ഒരു സീറ്റ് ലഭിക്കും. ദൈവം അപ്പോൾ നമുക്ക് സമ്പത്ത് തരത്തില്ലെന്നല്ല, പത്രോസിനോട് ഒരു സമ്പത്ത് തരും, നന്മ തരും, എല്ലാം നീ ആർക്ക് വേണ്ടി വിട്ടെ? എനിക്ക് വേണ്ടി വിട്ടെങ്കിൽ ഇതെല്ലാം നിനക്ക് തരും. പക്ഷെ കഷ്ടം കാണും, പ്രയാസം കാണും എന്ന് പറഞ്ഞ് പ്രയാസവും കഷ്ടവും ഒരിക്കലും നിന്നെ എന്ത് ചെയ്യത്തില്ല? കീഴ്പ്പെടുത്തത്തില്ല, നശിപ്പിക്കത്തില്ല.
നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം തന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. ഒരു ദൈവത്തിന്റെ ശക്തനേറിയ ഒരു ദൈവത്തിന്റെ ദാസനുണ്ടായിരുന്നു അമേരിക്കയിൽ. മരിച്ചുപോയി, കഴിഞ്ഞിടയ്ക്കായിരുന്നു മരിച്ചത്. ബില്ലി ഗ്രാം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ. സ്തോത്രം. അമേരിക്കയിൽ പ്രസിഡന്റ് ആവുവാൻ പുള്ളിക്ക് അവസരം ലഭിച്ചു. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്ന് മോദി ഇന്ത്യ ഭരിക്കുന്ന പോലെയാണ് അമേരിക്ക ഭരിക്കുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ആ പ്രസിഡന്റിന്റെ സുഖങ്ങളെ കുറിച്ചെല്ലാം കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഒരു കൊല്ലത്തിന് മുമ്പേ ഒരു സൺഡേ സപ്ലിമെന്റ് ഉള്ളത്. അവിടുത്തെ പ്രസിഡന്റ് അനുഭവിക്കുന്ന സുഖങ്ങൾ, ആ രാജ്യം മൊത്തം ഭരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുക? ബില്ലി ഗ്രാമിന് കൊടുക്കാൻ അവസരം ലഭിച്ചു. ബില്ലി ഗ്രാമിനെ ഇലക്ഷന് നിർത്തി. ബില്ലി ഗ്രാം ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ബില്ലി ഗ്രാമിനെ അവര് സ്തോത്രം കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ബില്ലി ഗ്രാമിനോട് പറഞ്ഞു, നിങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അമേരിക്ക ആഗ്രഹിക്കുന്നു. അവരെ നിശ്ചയിച്ചു. നിങ്ങളുടെ പേരാ വന്നേക്കുന്നത്. അപ്പൊ ബില്ലി ഗ്രാം പറഞ്ഞൊരു വാക്കുണ്ട്. എന്തുവാണെന്നറിയാം? സ്തോത്രം. ഞാൻ ഇപ്പോഴിരിക്കുന്ന സ്ഥാനത്തുനിന്ന് താഴോട്ട് വന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവേലയ്ക്ക് അപ്പുറമായ ഒരു പണി വേറെയില്ല. ആ പണിയിൽ നിന്ന് താഴോട്ട് വന്ന് അമേരിക്കന്റെ പ്രസിഡന്റ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് മേളിലായ ഒരു സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്. ആരോടൊപ്പം? എന്റെ യേശുവിനോടൊപ്പമായിരിക്കും. ഒരു ദൈവദാസനല്ല. ഇന്നാണെങ്കിൽ എന്ത് ചെയ്തേ? കേരളത്തിലെ പാസ്റ്റർ എന്ന് പോയെന്ന് ചോദിച്ചാൽ മതി. കേരളത്തിലെ പാസ്റ്റർമാരും മക്കളും കുടുംബവും എല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ ചാർച്ചക്കാരും ബന്ധുക്കളും മൊത്തമായിട്ടാണ് പോയനെ. പക്ഷെ ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിയാണോ? ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ അമേരിക്ക പോയി സ്തോത്രമാലയിലെ കൊച്ചുങ്ങളെ ചന്തയും കഴുകി അവിടുത്തെ പാക്കിംഗ് ജോലി ചെയ്യാൻ വേണ്ടി അവിടുന്ന് പോകുന്നത്. എങ്കിൽ പോലും പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ട് വിളിച്ചപ്പോൾ ദൈവദാസൻ പറയുക, കർത്താവിന്റെ വേല ഇവിടെ ദൈവത്തിന്റെ വേല ചെയ്തോണ്ടിരിക്കുന്നവനാ. ദൈവവേലയും വേണ്ട, ഒന്നും വേണ്ട, പെണ്ണുപിള്ളയുടെ കൂടെ പോയാൽ മതി. പ്രൈസലോ. ദൈവവേലയ്ക്ക് ഇപ്പൊ അല്ല പ്രാധാന്യം. അവൻ അവിടുത്തെ രാജ്യത്ത് പോയി നിന്നാൽ മതി. കൂലിപ്പണി ചെയ്യാനും തയ്യാറാണ്. അപ്പോഴും പറയുക, അവിടുത്തെ വ്യക്തിയോട് പറയുക, സ്തോത്രം, അവിടുത്തെ ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കുക. അങ്ങനത്തുള്ള ദൈവദാസന്മാരുള്ള സ്ഥലത്തോട്ടായി ഇവിടുന്ന് പോകുന്നത്. ആരുടെ പേരും പറഞ്ഞു ഇവിടുത്തെ നല്ല വേലയും കളഞ്ഞിട്ട് പെണ്ണുമ്പിളയുടെ വാക്കും പറഞ്ഞു ചെല്ലുന്നു. അവനെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ഇങ്ങനെ പോകുന്ന പറയണോ ഒന്നിച്ചു കൂടുന്ന ആ സഭ, അതിനെ കൊള്ളാവൂ. സ്തോത്രം. ഞാൻ ഓർക്കും അമേരിക്കൻ പ്രസിഡന്റ് ആവാന്ന് പറഞ്ഞ ദൈവദാസം അത്രയും കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാരോടെ കിടക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് അതിലും വലിയ പദവിയിൽ ആര് എണ്ണീത്. അപ്പൊ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ പദവിയാ. ആര് കാണുന്നത്? ബില്ലി ഗ്രാം കണ്ടിന് കർത്താവിന്റെ ദാസൻ കണ്ട്. ഇന്ന് പ്രിയ മക്കളെ, പത്രോസ് പറഞ്ഞു, പത്രോസ് ലാഭമുണ്ട്. പത്രോസ് വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഞങ്ങളെല്ലാം കണ്ടു വിട്ടു വന്നു. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീ എന്റെ നാമത്തിന് അപ്പനെയും അമ്മയും സഹോദരൻ ബന്ധുക്കളെയും മിത്രാദികളെയും വിട്ട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി 100 മടങ്ങ് ഉപദ്രവങ്ങളും കഷ്ടങ്ങളും കാണും. പക്ഷെ ഞാൻ നിൽക്കുന്നത്. അപ്പൊ കഷ്ടത്തിൽ തള്ളിയിടുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. കഷ്ടത്തിൽ തള്ളിയിടുന്ന ഒരു ക്രിസ്തുവിനെ അല്ല ആരാധിക്കുന്നത്. ആരാധിക്കുന്നത് കഷ്ടത്തിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. അത് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? ദൈവമക്കളായി നമുക്ക് പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. നമുക്ക് പ്രാപിക്കാൻ പറ്റും. ധനവാൻ സ്വർഗത്തിൽ പോകുന്ന പാടാണ്. ഇന്ന് ധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഫാമിലിയെ ഭാവി അങ്ങനെ സ്ഥിരപ്പെടുത്താനാണ് പോകുന്നത്. തലമുറയെ സ്ഥിരപ്പെടുത്താൻ പോകുന്നത്. ദൈവം പറയുക, തലമുറ നിന്റെ കൂടെ നീ കൂടുതൽ കാണുമോന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലേക്ക് ലോകം മാറാൻ പോവുക. പ്രൈസലോ. അപ്പോൾ നീ തലമുറ നിന്നെ ദൈവം അനുഗ്രഹിക്കൂ? ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ളവരെ ഒന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാൻ സ്തോത്രം. ഒരു നിമിഷം മക്കൾ എല്ലാവർക്കും എഴുന്നേക്കാം. ഇന്ന് രോഗിയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം തൊടാൻ പോവുക. സ്തോത്രം. സത്യയുടെ ശരീരത്തിനകത്തുള്ള അമികാലെ പുറമെ കാണുന്നതെല്ലാം മാറാൻ പോവുക. ഇന്ന് പകല ദൈവത്തിന്റെ ആത്മാവിന്റെ കരം തൊടട്ടെ. അവിടെ ഹീലിംഗ് നടക്കട്ടെ. ആ ദൈവത്തിന്റെ ഹീലിംഗ് നടക്കട്ടെ. ആ ദൈവത്തിന്റെ ഹീൽ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ആന്റിമേൽ നടക്കട്ടെ. ഇന്ന് ആ കുടുംബത്തിനകത്ത് നടക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഓരോന്നായി തൊടട്ടെ. ഇന്ന് ഓരോ കുടുംബത്തിനകത്ത് തൊടട്ടെ. എല്ലാം ദൈവമക്കൾക്ക് ശക്തമായെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകല ദൈവത്തിന്റെ ആത്മാവിന്റെ കരം തൊടാൻ പോവുക. ആ ഹീൽ നടക്കാൻ പോവുക. ആ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം തൊടാൻ പോവുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ തൊടാൻ പോവുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ തൊടാൻ പോവുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ തൊടാൻ പോവുക. ഈ വെള്ളത്തിനകത്ത് പ്രാർത്ഥിക്കുവോ ആ ദൈവത്തിന്റെ പരിവർത്തനം വെളിപ്പെടാൻ പോവുക. ആ ദൈവത്തിന്റെ ആലോചന കുടുംബത്തിനകത്ത് വെളിപ്പെടാതെ ഓരോ വ്യക്തികളെ വെളിപ്പെടാതെ കൃപ വെളിപ്പെടാൻ